ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കാവോ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. നന്നായിട്ട് ശക്തമായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹകരമായ ഈ സായാഹ്നത്തിന് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് തൊണ്ട ഇത്തിരി പ്രശ്നമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ സാവകാശം സംസാരിക്കാം. നിങ്ങൾ വചനമെടുത്ത് വായിച്ച് നന്നായിട്ട് സഹകരിച്ചാൽ എനിക്കധികം കഷ്ടപ്പെടാതിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിനെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. എന്നാലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് ഈ ദിവസങ്ങളിൽ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനുവരി 1 മുതൽ ഇന്ന് വരെ നോൺ സ്റ്റോപ്പ് ധ്യാനങ്ങളായിരുന്നു. ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത യാത്രകളായിരുന്നു. പക്ഷേ ദൈവം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത്രയൊക്കെ കാത്തില്ലേ, കുഴപ്പമൊന്നുമില്ലാതെ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത്തിരി തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പം നിങ്ങളത് നന്നായിട്ട് നിങ്ങൾ വചനം എടുക്കുകയും ഉറക്കെ വായിക്കുകയും ചെയ്താൽ എനിക്ക് സ്ട്രെയിൻ ചെയ്യാതിരിക്കാം. അപ്പം അങ്ങനെ ഒന്ന് സഹായിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ദൈവ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മളിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതിനാധാരമായി എടുക്കാൻ പോകുന്ന വചനം ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായമാണ്. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായം. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കുക. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ വായിക്കാം. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 2 വേഴ്സ് 1 വായിക്കാം. ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം. അടുത്ത വാക്യം, അതിൽ എണ്ണയൊഴിക്കുകയും കുന്തിരിക്കമിടുകയും ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും ദൈവത്തിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ, ഇപ്പോൾ ഈ ലേവ്യരുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ 5 പഴയ നിയമ ബലികളെ സൂചിപ്പിക്കുന്ന പുസ്തകമാണ്. 5 ബലികൾ: ധാന്യബലി, ദഹനബലി, സമാധാനബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. ഇങ്ങനെയാണ് ദഹനബലി, ധാന്യബലി, പാപപരിഹാര ബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. ഈ 5ഉം പഠിക്കുന്നത് നല്ലതാണ്. കാരണം 5ൻ്റെയും പേരെങ്കിലും പഠിക്കണം. കാരണം ഈ 5 ബലികളുമാണ് യേശുവിൻ്റെ കാൽവരി ബലിയിൽ പൂർത്തിയായത്. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് ഏതാണ്? എന്ത് ബലിയാണ്? ധാന്യബലി. ഒന്നാമത്തേത് ദഹനബലി, രണ്ടാമത്തേത് ധാന്യബലി, മൂന്നാമത്തേത് സമാധാനബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. പെട്ടെന്ന് പഠിച്ചോ, വേഗം പഠിച്ചോ. ഒന്നാമത്തേത് ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. അങ്ങനെ 5 ബലികൾ ദൈവത്തിന് സമർപ്പിക്കണമെന്നായിരുന്നു നിയമം. ഈ 5 ബലികളാണ് യേശുവിൻ്റെ കാൽവരി ബലിയിൽ പൂർത്തിയായത്. യേശു അതിനെല്ലാം കാൽവരി ബലിയിൽ പൂർത്തീകരിച്ചു. ശ്രദ്ധിക്കുക, ഇതിലെ ധാന്യബലി അർപ്പിക്കുമ്പോഴുള്ള നിയമങ്ങളാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൽ നിന്ന് 4-5 കാര്യങ്ങൾ നമ്മൾ വേഗം ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകും.
അപ്പോൾ ഈ ധാന്യബലി അർപ്പിക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്, ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ധാന്യബലിക്ക് അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവാണ് ധാന്യബലിക്ക് അർപ്പിക്കേണ്ടത്. ഇനി ആ മാവിനകത്ത് അർപ്പിക്കുന്നതിനകത്ത് എന്ത് വേണം? എണ്ണ ഒഴിക്കണം. എണ്ണ ബൈബിളിൽ എന്തിൻ്റെ പ്രതീകമാണ്? ആരുടെ പ്രതീകമാണ്? മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രതീകങ്ങൾ പറഞ്ഞിട്ട് അതിലെ ഒരു പ്രതീകം കാറ്റക്കിസം പിന്നെ എടുത്തു പറയുന്നുണ്ട്. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണ ആരുടെ പ്രതീകമാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രവാചകന്മാരുടെ മേലും പുരോഹിതന്മാരുടെ മേലും രാജാക്കന്മാരുടെ മേലും വിശുദ്ധ തൈലം ഒഴിക്കുമായിരുന്നു. 1 സാമുവേൽ 10 വായിക്കുന്നുണ്ട്, എടുക്കണമെന്നില്ല. 1 സാമുവേൽ 10 വായിക്കുന്നുണ്ട്. സാവൂളിൻ്റെ തലയിൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് ഒഴിച്ചു, അഭിഷേക തൈലം ഒഴിച്ചു. അപ്പോൾ തൈലം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പറയുകയാണ്, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്ക്, അതായത് ബലി അർപ്പിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നാണ് ലേവ്യ പുസ്തകം പറയുന്നത്. പഴയ നിയമം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? ബലി അർപ്പിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ബലി അർപ്പിച്ച് ആരാധിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ബലിയാണ് ആദ്യത്തെ ബലി രണ്ടാമത്തെ ബലിയാണ് ധാന്യബലി. അപ്പം ധാന്യബലി സമർപ്പിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? എണ്ണ ഒഴിക്കണം. അതിനകത്ത് മാവ് എടുത്തിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കണം. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിച്ചെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന ബൈബിള് വ്യത്യാസപ്പെടുത്തി പറയുന്നത് 2 വിധത്തിലാണ്. അതായത് ഒന്ന്, ഒരു മനുഷ്യൻ തൻ്റെ സ്വാഭാവിക കഴിവുകൾ ഉപയോഗിച്ച് ആരാധിക്കുന്നതും, രണ്ടാമത്തേത് ആത്മാവിലുള്ള ആരാധനയും. ആത്മാവിലുള്ള സമരിയാക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആ മലയിലും ഈ മലയിലും ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഇതാ യഥാർത്ഥ ആരാധകർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ആരാധിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും. ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലുള്ള ആരാധന എന്നാണ്. ഒന്നാമതായി ആത്മാവിൻ്റെ പ്രേരണയിൽ ഒരാൾ ആരാധിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. റോമർ 8:26 അതെന്താണ്? നമ്മുടെ ബലഹീനതയിൽ വായിക്കേ. റോമർ 8:26 വായിച്ചേ. നമ്മുടെ ബലഹീനതയിൽ റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം എടുക്കാവോ? റോമർ 8:26 വായിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതായത് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ സ്വന്തം തീരുമാനത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം, സ്വന്തം പരിശ്രമത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇത് വേണം, അങ്ങനെ ചെയ്യണം. എന്നാൽ അത് കൂടാതെ ആത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം, ആത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ജഡത്തിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ആയാസമുള്ളതാണ്, അത് വളരെ പ്രയാസമാണ് ചെയ്യാൻ. നിങ്ങളൊരു കാര്യം ആത്മാവിൽ ചെയ്താൽ, ആത്മാവിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങൾ അറിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകന് ദൈവം ദർശനം കൊടുക്കുമ്പോൾ നിങ്ങൾ ആ പാട്ടല്ലേ, മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദി ഒഴുകാൻ. ഇത് പ്രവാചകൻ കാണുന്നൊരു ദർശനമാണ്. ആ ദർശനത്തിൽ പ്രവാചകൻ കാണുന്നു ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു നദി ഒഴുകി വരുന്നു. അപ്പോൾ ആ നദിയിൽ അദ്ദേഹം ആദ്യം കാല് നനച്ചു. മുന്നോട്ട് പോകാൻ ദൈവം ആവശ്യപ്പെട്ടു. 1000 മുഴം മുന്നോട്ട്. പ്രവാചകൻ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടോളം വെള്ളമായി. പിന്നീട് വീണ്ടും മുന്നോട്ട് പോകാൻ ദൈവം ആവശ്യപ്പെട്ടു. അപ്പോൾ തോളപ്പം വെള്ളമായി, അരയ്ക്കൊപ്പം വെള്ളമായി, തോളപ്പം വെള്ളമായി. പിന്നീട് ആ പ്രവാചകന് നീന്തിയാൽ പോലും കടക്കാൻ പറ്റാത്തതുപോലെ നദീപ്രവാഹം ഒഴുകി. അപ്പോൾ ദൈവം പ്രവാചകനെ നിർബന്ധിക്കുകയാണ്, ദൂതൻ നിർബന്ധിക്കുകയാണ്, മുന്നോട്ട് പോവുക, 1000 മുഴം മുന്നോട്ട് പോവുക. നിർബന്ധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതായത് ദൈവത്തിന് ആത്മാവിൻ്റെ കിട്ടിയ കൃപയിൽ നിൽക്കാൻ പാടില്ല, വീണ്ടും വീണ്ടും മുന്നോട്ട് പോകണം. ഇപ്പോൾ കുറച്ച് പ്രാർത്ഥിക്കാൻ പറ്റി,
കുറച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റും, കുറച്ച് ബൈബിൾ വായിക്കാൻ തൃപ്തിപ്പെടരുത്. മുന്നോട്ട് പോകണം. കിട്ടിയെടുത്ത് തന്നെ നിൽക്കരുത്. നമുക്ക് ദൈവം തന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ സമാധാനപ്പെട്ട് നിൽക്കരുത്. വീണ്ടും വീണ്ടും അഭിഷേകത്തിൽ മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കണം. പഴയ നിയമത്തിൽ വാചകമുണ്ട്, എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. എൻ്റെ തോട് നദിയായി, നദി സമുദ്രമായി. അപ്പോൾ തോട് കണ്ട് തൃപ്തിപ്പെടരുത്, അതെന്താവണം? നദിയാവണം. നദി കണ്ടിട്ട് തൃപ്തിപ്പെടരുത്, നദി എന്താവണം? സമുദ്രമാവണം. അപ്പോൾ നമ്മളെപ്പോഴും കൃപയിൽ വളരാൻ ആഗ്രഹിക്കണം. അപ്പോൾ അതാണ് പ്രവാചകനെ നിർബന്ധിക്കുന്നത്, നദിയിലേക്ക് വീണ്ടും 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 ഇറങ്ങാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എന്തിനാണ് ഈ നദിയിൽ മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടത്? പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഞാൻ പറയാം. നദിയിൽ ഈ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ, കൃപയാകുന്ന നദിയിൽ മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. അതായത് നിങ്ങൾക്ക് 150 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ വെയിറ്റ് അറിയുമോ? അറിയത്തില്ല. വെള്ളത്തിനടിയിൽ കിടക്കുന്ന ഒരാളെ പൊക്കാൻ എളുപ്പമാണ്, ആണോ? അതെ, വെള്ളത്തിനടിയിൽ നിന്ന് നല്ല ഭാരമുള്ളൊരു വസ്തുവിനെ പൊക്കാൻ എളുപ്പമാണ്. എന്നാൽ വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോൾ പൊക്കാൻ പറ്റത്തില്ല, കരയ്ക്ക് നിന്ന് പൊക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളുടെ ഭർത്താവിന് 150 കിലോ ഭാരമുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ആവരുത്. 150 കിലോ ഭാരം ഉദാഹരണമാണ്. അങ്ങനെ ആവരുത്, അജീർണം വന്ന് ചത്തുപോകും. അപ്പോൾ അങ്ങനെ ആവരുത്. 150 കിലോ ഭാരം ഉണ്ടെന്ന് വിചാരിക്കാം. ഭാര്യയ്ക്ക് 75 കിലോ ഭാരമുണ്ട്. ഭാര്യയ്ക്ക് പൊക്കാൻ പറ്റുമോ ഭർത്താവിനെ? പറ്റില്ല. എന്നാൽ വെള്ളത്തിൽ കിടന്നാലോ? വെള്ളം ഒടിച്ചിട്ട് കിടന്നാലല്ല, വെള്ളത്തിൽ കിടന്നാൽ പൊക്കാൻ പറ്റുമോ? പറ്റും. ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അത്? ഈ വെള്ളം ഈ ഭാരം താങ്ങുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ദൈവം അഭിഷേകത്തിൽ എപ്പോഴും നിറഞ്ഞ് ജീവിക്കണമെന്ന് പറയാൻ കാരണം, നമുക്ക് അല്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ പറ്റാത്തതുപോലെ ഭാരം തരുന്നതാണ് ഭൂമിയിലെ ജീവിതം. എല്ലായിടത്തും ഭാരമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും സന്തോഷം തരുന്ന അനുഭവങ്ങൾ വളരെ കുറവാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം തരുന്ന അനുഭവങ്ങൾ വളരെ കുറവാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങനെയാണ്. പോട്ടെ, അത് പറഞ്ഞ് സമയം കളയുന്നില്ല ഞാൻ. എവിടെ തിരിഞ്ഞാലും നമുക്ക് ഒരു സന്തോഷമില്ല. എല്ലായിടത്തുനിന്നും ഒരു പ്രയാസം തരുന്ന അനുഭവങ്ങളാണ്. സമൂഹത്തിൽ ഏതെങ്കിലും ഓഫീസിൽ ചെന്നാൽ, ഒരു കാര്യം നടക്കാൻ ഇറങ്ങി തിരിച്ചാൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാര്യം, എല്ലായിടത്തും തടസ്സങ്ങളാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയണമെങ്കിൽ ആരെങ്കിലും ഈ ഭാരം താങ്ങണം. അപ്പോൾ അഭിഷേകത്തിൽ മുങ്ങിക്കിടന്നാലുള്ള ഒരു അഡ്വാൻറ്റേജ്, നേട്ടം, മെച്ചം എന്തെന്നറിയാമോ? നമുക്ക് വലിയ ഭാരമാണെങ്കിലും ഈ ഭാരം ആത്മാവ് താങ്ങിക്കൊള്ളും, ദൈവം താങ്ങിക്കൊള്ളും. വലിയ ഭാരമാണ്, പക്ഷെ ഭാരം നമ്മൾ അറിയില്ല. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാനെന്നല്ല ആര് സംസാരിച്ചാലും ഒരു 10-15 മിനിറ്റിനപ്പുറത്ത് മനുഷ്യൻ്റെ ശ്രദ്ധയെ പിടിച്ചിരുത്താൻ പാടാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. ഇതിനിടയ്ക്ക് എവിടെല്ലാം പോയി. കോഴിക്കോട് അടയ്ക്കാൻ പോയി, കന്നാലിയുടെ കാടി കൊടുക്കാൻ പോയി, കെട്ടിയവൻ്റെ കാര്യം ഓർത്തു, ഇന്ന് അയാൾ ഏത് കൊലത്തിലാണ് വരുന്നതെന്ന് ആലോചിച്ചു, പിന്നെ പിള്ളേർ എന്തായിക്കും, ഇനി അത് തലയും കുത്തി വീട് ചെല്ലുമ്പോൾ തിരിച്ചു വെക്കുമോയെന്ന് ആലോചിച്ചു. എന്തെല്ലാം കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഒരാളുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുക ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ചില സമയത്ത്, ഞാൻ കണ്ടിട്ടുണ്ട്, ചില സമയത്ത് ഞാൻ തന്നെ ആവണമെന്നില്ല, സുവിശേഷകരിങ്ങനെ സംസാരിക്കുമ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോഴും നമ്മളും മടുക്കുന്നില്ല, ജനവും മടുക്കുന്നില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വേറെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ എൻ്റെ കൂടെയുള്ളൊരു അച്ഛൻ കാറയിൽ കിടത്തി കൊണ്ടുപോയിട്ടുണ്ട്. കിടത്തി, സീറ്റ് ചരിച്ചിട്ട് കിടത്തി, തലയണയൊക്കെ വെച്ച്. കാരണം അതുപോലെ ചുട്ടുപൊള്ളുന്ന പനിയും വയ്യാഴിയും, അങ്ങനെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കൺവെൻഷൻ ഏറ്റിട്ട് പോകാതിരിക്കുന്ന എങ്ങനെയാണ്? അപ്പോൾ കിടത്തിയിട്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് കുർബാന തീരാൻ. അതുകൊണ്ട് അച്ഛൻ അവിടെ, അപ്പോൾ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കാറിനകത്ത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ പിടിച്ചോണ്ടാണ് കൊണ്ടുപോയി, ആളുകൾ കാണുന്ന സ്ഥലം വരെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ ആളുകൾ കാണുന്ന സ്ഥലം എത്തിയപ്പോൾ ഞാൻ
പിടിക്കാതെ കയറി പതുക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഈ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവത്തിന് മഹത്വം, മനുഷ്യൻ അവൻ്റെ സംസാരം നിർത്തുകയും ദൈവം സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ഞാൻ കാണുകയായിരുന്നു. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ എങ്ങനെ തലയിറങ്ങി വീഴുമെന്ന് ഞാൻ പേടിച്ചു. അച്ഛൻ എങ്ങനെ അവിടെ നിൽക്കുമെന്ന് ഞാൻ പേടിച്ചു. ഞാൻ ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം എങ്ങനെ കൊണ്ടുവിട്ടതെന്ന് എനിക്കറിയാം. നമുക്കെന്തെന്നറിയാമോ, നമുക്ക് ഈ ആയാസം ഇല്ലാതാവും. നമ്മൾ നമ്മുടെ ശരീരത്തെ മറക്കും, വേദനകൾ മറക്കും, ബുദ്ധിമുട്ടുകൾ മറക്കും. എന്തെന്നറിയാം, എല്ലാം ഇത് ആത്മാവിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതിപ്പോൾ എനിക്ക് പരിചയമുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ അനുഭവം ഇതാണ്. ആത്മാവിലാണ് വ്യാപരിക്കുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ആത്മാവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞാനല്ല അധ്വാനിച്ചത് എന്നിലുള്ള എന്താണ് 1 കൊരിന്തോസ് 10 പറയും, ഞാനല്ല അധ്വാനിച്ചത് എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല അധ്വാനിച്ചത് എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് എനിക്ക് അഹങ്കരിക്കാൻ വഴിയില്ല, ദൈവമാണ് അധ്വാനിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ആരാധിക്കുമ്പോൾ ആരാധന ബോറാവുന്നത്, പ്രാർത്ഥന മടുപ്പാവുന്നത്, പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്, കുർബാനയിൽ വിരസത വരുന്നത്, എൻ്റെ എല്ലാം അടിയിലുള്ള കാരണങ്ങളിലൊന്ന് നമ്മുടെ പരിശ്രമത്തിൽ നിന്ന് ചെയ്യുന്നതെല്ലാം ശ്രമകരമാകും, ആയാസകരമാകും. എന്നാൽ ഒരാൾ ആത്മാവിലാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടാണെങ്കിൽ, സങ്കീർത്തനം പറയുന്നുണ്ട്, അതായത് ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ചാടിക്കടക്കും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സഹായത്തോടെ കോട്ടകൾ ചാടിക്കടക്കും. വായിക്കാമോ? സങ്കീർത്തനം 18, 26, 28, 29. സങ്കീർത്തനം 18, 28, 29 വായിക്കാം. സങ്കീർത്തനങ്ങൾ കിട്ടാൻ എളുപ്പമാണ് അമ്മച്ചി. നടുക്ക് അങ്ങോട്ട് തുറന്നാൽ മതി. നടുക്ക് തുറന്നോ? സങ്കീർത്തനങ്ങൾ 18, 28, 29 വായിക്കാമോ? അങ്ങ് ഉറക്കെ വായിച്ചേ. അങ്ങ് ഇങ്ങനെയാണോ സഹായിക്കാന്ന് പറഞ്ഞ നിങ്ങൾ ഉച്ചത്തിൽ വായിക്കണം. വായിച്ചേ. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ തരുന്നു എന്നാണ്. പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ വായിച്ചാൽ അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, അങ്ങ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അടുത്ത വാക്യം 29 വായിച്ചേ. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. അപ്പം ഇത് സ്വന്തം ശക്തിയിൽ ചെയ്യുന്നതല്ല. അവിടുത്തെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. അവിടുത്തെ സഹായത്താൽ, എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. പിടിയിട്ടുന്നുണ്ടോ? ഇതാണ് സെറുബാബേലിനോട് പറയുന്നത്. സക്കറിയ പ്രവചനം. സക്കറിയ ഞാൻ പറഞ്ഞിരുന്നു, എടുക്കാൻ എളുപ്പമാണ്. മത്തായിയുടെ പുറകിൽ ആരാണ്? ഹലോ, മലാക്കിയുടെ പുറകിലോ? എടുത്തു. സക്കറിയ പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. സക്കറിയ 4:6 വായിക്കാം. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എൻ്റെ ആത്മാവിനാലാണ്. ഉറക്കെ പറയാവോ? സൈന്യബലത്താലല്ല. എന്നോട് ഉറക്കെ പറയാവോ? ഒരു സെക്കൻഡ്, ഒരു കൊച്ചു വർത്താനം പറഞ്ഞോട്ടെ. ഈ എല്ലാ ദിവസവും ഈ ഭയങ്കര ശബ്ദത്തിനകത്ത് നിന്ന് ഈ ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞു വരികയാണ്. കാഴ്ചശക്തി നേരത്തെ കുറഞ്ഞു, കേൾവി ശക്തി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ആളുകളൊക്കെ ഉറക്കെ വായിക്കുന്നുണ്ട്, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഉറക്കെ വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനൊരു കേൾവി കുറഞ്ഞവനും കാഴ്ച കുറഞ്ഞവനുമായ ഒരാളാണ്. അപ്പോൾ അത്യാവശ്യമൊക്കെ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ കേൾക്കാൻ അങ്ങോട്ട് കാര്യമായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാം? ഉറക്കെ വായിക്കണം. മനസ്സിലായോ? ഒരു പൊട്ടൻ ഇവിടെ നിൽപ്പുണ്ടെന്ന് ഓർത്ത് ഉറക്കെ വായിക്കണം. വായിച്ചേ.
വായിക്കുക, ഉറക്കം ഇങ്ങനെ ഉറക്കം വായിക്കുക, കേൾക്കുന്നില്ല? ഇപ്പം ചെറുതായിട്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. സൈന്യങ്ങളുടെ കർത്താവ് സെറുബാബേലിനോട് അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു. വായിക്കാം. കേട്ടില്ല. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. ഒന്നുകൂടെ വായിച്ചത്. ഇതൊരു വചനം. അതൊക്കെ വായിച്ചേ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും നാം നിർവഹിക്കേണ്ടത് ആരുടെ സഹായത്താലാണ്? പരിശുദ്ധാത്മാവിൻ്റെ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇതിന് ഏറ്റവും പ്രായോഗികമായിട്ട് ആശയമായിട്ട് നിൽക്കാതിരിക്കാൻ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം. നമ്മളെന്തെന്നറിയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് സാധാരണഗതിയിൽ ആരോടാണ്? ഈശോയോടാണ്. പൊതുവെ ആളുകളിൽ കൂടുതൽ പേരും പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ഈശോയോടാണ്. ഇനി കുറച്ച് ആത്മീയമായിട്ട് വളർന്ന ആളുകൾ പിതാവിനോട് പ്രാർത്ഥിക്കും, അപ്പ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. ഒട്ടും പ്രാർത്ഥിക്കാത്ത ആരോടാണെന്നറിയാം? തീരെ കുറച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനോടാണ്. പക്ഷേ ഈശോ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ പോവാണ്, നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. സത്യം പറഞ്ഞാൽ ഒരു വിശ്വാസി, പുതിയ നിയമ വിശ്വാസി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണെന്നറിയാം? പരിശുദ്ധാത്മാവിനോടാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ വഴക്കൊന്നുമില്ല. കൂടുതൽ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അവർക്ക് തമ്മിൽ കുശുമ്പും പിണക്കവും, നമ്മളോട് അതിൻ്റെ പേര് വൈരാഗ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആരോട് പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഏത് ചെറിയ കാര്യത്തിനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം. സഹായം ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ വാതിലുകളും വഴികളും തുറന്ന് നമ്മളെ സഹായിക്കുന്നത് കാണാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ അത് പറഞ്ഞ് വിലയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതിരിക്കാൻ വേണ്ടി പറയാത്തതാണ്. നിങ്ങൾ കണ്ണ് തള്ളുന്ന അനുഭവങ്ങൾ എൻ്റെ തലയിൽ കിടപ്പുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് പരിശുദ്ധാത്മാവ് സഹായമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമോ? പരിശുദ്ധാത്മാവിനോട് എപ്പോഴും. പള്ളിയിൽ പോയി കുർബാനയ്ക്ക് അങ്ങോട്ട് കയറി മുട്ടുകുത്തി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, പള്ളി കയറുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവെ നന്നായിട്ട് ഈ കുർബാന അർപ്പിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവെ ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സഹായിക്കണേ. ബൈബിള് വായിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് തുടങ്ങിയാൽ ജീവിതം വളരെ ആയാസരഹിതമായി മാറും. എല്ലാം ആത്മാവ് ചെയ്തോളും. അപ്പോൾ നമുക്ക് ഭാരമില്ലാതായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് എന്ത് പറഞ്ഞപ്പോഴും ഇത്രയും പറഞ്ഞേ. ലേവ്യർ 2 പറയുകയാണ്, നിങ്ങൾ ഒരു ആത്മീയ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ആരാണ്? പരിശുദ്ധാത്മാ. ആത്മാവിൽ ആരാധിക്കണം. എല്ലാം ആത്മാവിൻ്റെ സഹായത്തോടെ ചെയ്യണം. ആത്മാവിൻ്റെ പ്രേരണയിൽ നിർവഹിക്കണം. ആത്മാവാണ് നമ്മളെ കൊണ്ടത് ചെയ്യിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതത്തിന് വലിയൊരു കരുത്ത് കിട്ടും. നമ്മൾ ആത്മീയ ജീവിതത്തിന് വലിയൊരു ഉണർവുണ്ടാവും. ഇടവക എല്ലാം ഉണരും. പരിശുദ്ധാത്മാവിനെ നേപ്പിക്ക് ഇടവക വ്യത്യാസം വരും. കുടുംബജീവിതത്തെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്ക് കുടുംബജീവിതത്തിൽ വ്യത്യാസം വരും. ഭർത്താവിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഭാര്യയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞു നോക്ക്, കാര്യങ്ങൾ നടക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പോട്ടെ, അനുഭവം പറയണ്ടെന്ന് ഓർത്താലും പിന്നെ ഒന്ന് പറയാം. എന്തെന്നറിയാം, നമ്മളെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഈ അഞ്ചൽ ഭാഗത്ത് നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് കാരേറ്റ് ഇടവകയിൽ ഇരിക്കുന്ന സമയത്ത് വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ആരോ വന്ന് വാതിൽക്ക മുട്ടി. ഞാൻ കഥ തുറന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത അമ്മ എന്നാ വിഷയം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ അച്ഛനെ കാണാൻ വന്നാന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാത്രി ഉടങ്ങി എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് അച്ഛനൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ പറഞ്ഞു, മേം ഹോം, ഞാനാണത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ കാര്യം. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് സങ്കടം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി വന്ന് വിശദാംശങ്ങളെല്ലാം ഒഴിവാക്കണം. അമ്മച്ചി വന്ന് പെട്ടെന്നൊരു സങ്കടം പറഞ്ഞു. സങ്കടം ഇതാണ്, 101 പവൻ കൊടുത്ത് മകളെ കെട്ടിച്ചാണ്. അഞ്ചൽ ഭാഗത്ത് ഒരാളെ കൊണ്ടാണ് കെട്ടിച്ചത്. അപ്പോൾ അയാൾ വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഇവർ ഹൈന്ദവരാണ്. പക്ഷേ ഇപ്പം മകൾ കിടക്കുന്നത് വീടിൻ്റെ വരാന്തയിലാണ്. ഒന്നും കൊടുക്കത്തില്ല. വിശദാംശങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്.
വലിയ പീഡനമാണെന്ന് മാത്രം കൂട്ടിക്കോ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫാദറെ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അയാളോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ്, നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് പോയി സംസാരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങേര് ഭീകരനാണെന്ന് അമ്മച്ചി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഇനി അപ്പം ഞാൻ പറഞ്ഞു, എന്നെ സംസാരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ അവിടെ വന്ന് ആ മനുഷ്യനോട് അങ്ങോട്ട് കയറി എന്ന് ഇയാൾ നന്നാവണമെന്ന്, അതും വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ, അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പെൺകുട്ടിയോട് സംസാരിക്കാം, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്പർ കൊടുത്ത് ഈ കൊച്ചെന്നെ വിളിച്ചു. ഭയാനകമായ അവസ്ഥയാണ് ഈ കുട്ടിയുടെ അവിടെ വീട്ടിൽ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവളോട് ആദ്യമൊക്കെ ഇങ്ങനെ ഉപദേശങ്ങളും പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിടിവള്ളി കിട്ടിയ പോലെയാണ്. പിന്നെ ഇവരെ ഇപ്പോൾ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ വിളിക്കണ്ട എപ്പോഴും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിനക്കെപ്പോൾ എന്നോടൊരു പ്രാർത്ഥനാ വിഷയം പറയണമെന്ന് തോന്നുന്നു അന്നേരം എങ്ങനെ ചെയ്താൽ മതി, പേപ്പറും പേന എടുത്ത് എഴുതാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവേ, എന്നെ ഈ കാര്യത്തിൽ സഹായിക്കണേ. അപ്പോൾ അവളെന്നോട് ചോദിച്ചാൽ, ആരാണ് പരിശുദ്ധാത്മാവ്, ഇത് ആരാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന ദൈവം, അതാണ് പരിശുദ്ധാത്മാവ്. അപ്പം അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ അറിഞ്ഞാൽ മതി, നമ്മളെ സഹായിക്കുന്ന ദൈവം. അപ്പോൾ അവൾ അന്ന് മുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ വ്യത്യാസമാണ് അവളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ ഈ പേര് സ്ഥലമെല്ലാം വെച്ച് പറയുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായോ? അതായത് അത്ഭുതകരമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത വ്യത്യാസം. ഇവൾക്ക് അസാധാരണമായ ധൈര്യം ഉണ്ടായി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്ന പെൺകുട്ടി ജീവിതത്തെ നേരിടാൻ ഉതകുന്ന ആത്മധൈര്യം വീണ്ടെടുക്കുന്നു. വലിയ ശക്തി. ചുരുക്കം ഞാൻ പറയാം, ഈ അമ്മ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം കണ്ടിട്ട് കാരേറ്റ് വന്ന് മാമോദീസ സ്വീകരിച്ച് ആ പള്ളിയിലെ അംഗമായിട്ട് മാറി. പരിശുദ്ധാത്മാവ് പറഞ്ഞ ഹല്ലേലൂയ. അതായത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ ഓജസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഓജസ് മാറിവാനീസിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന സിസ്റ്ററാണത്. അപ്പോൾ NSSൻ്റെ ക്യാമ്പിന് ഈ കാരേറ്റ് പാപ്പാലയിൽ വന്നപ്പോൾ ഈ സിസ്റ്ററിനോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു പെൺകുട്ടിയെ സഹായിച്ചു, അങ്ങനെ അവളുടെ അമ്മ ഇവിടെ മാമോദിസ മുങ്ങി ഇപ്പോൾ ചേർന്നേ ഉള്ളെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഈ സിസ്റ്റർ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു അധ്യാപികയ്ക്ക് ഈ സംഭവം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഡാനിയലച്ചന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന അറിയാം, ചേച്ചിക്ക് എന്നാ വിഷമമുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്പെഷ്യൽ പ്രാർത്ഥനയെന്ന് അറിഞ്ഞൂടാ. ഈ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ടീച്ചർ ഇങ്ങനെ വിളിച്ച് ഒത്തിരിയും വിളിച്ച് ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകളുടെ കുടുംബജീവിതം വലിയ പരാജയമായിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ എൻ്റെ മകളെ കെട്ടിച്ചു വിട്ടിട്ട് അവൾ ഒരു ഗുണ്ടാ ഫാമിലിയാണത്, മനസ്സിലായോ? മാഫിയ തലവന്മാരാണ് ആ കുടുംബത്തിലുള്ളവർ. അപ്പോൾ ഇവളെ വീട്ടിൽ പോലും വിടത്തില്ല, വിവാഹമോചനം വാങ്ങി പോരാനൊന്നും പറ്റില്ല, കാരണം കൊന്നുകളയവർ. അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ അവസ്ഥയിലുള്ള ഈ കുടുംബത്തിൽ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ഒരു വേലക്കാരിയെ പോലെ ഈ കുട്ടി അവിടെ കഴിയുകയാണ്. എങ്ങനെ എൻ്റെ മകളെ രക്ഷിച്ച് കൊണ്ടുവരാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരുമില്ല സഹായത്തിന്. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഓജസ് പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന അറിയാമെന്ന്, അത് പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ റെഡിമെയ്ഡ് പ്രാർത്ഥനയെന്ന് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ എൻ്റെ മകളുടെ കുടുംബജീവിതത്തെ തകർത്ത് കളയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞങ്ങളെ സഹായിക്കണേ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു, എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഈ ടീച്ചർ അന്ന് മുതൽ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കാരേറ്റിൽ നിന്നൊക്കെ സ്ഥലം മാറിപ്പോയി. കുറേ നാളുകൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ടീച്ചർ സിസ്റ്റർ ഓജസ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛാ, ആ ടീച്ചർ എന്തോരം തവണ കിടന്ന് അച്ഛനെ വിളിക്കുന്നു, അച്ഛനൊന്ന് എടുത്തൂടെ? ഞാൻ പറഞ്ഞു, എനിക്ക് ആ നമ്പറൊന്നും അറിയില്ല, എനിക്ക് അറിഞ്ഞൂടെ ആരാന്ന്, ഞാൻ മനഃപൂർവ്വം എടുക്കാത്തല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയണം, അച്ഛാ, ഞാൻ അച്ഛനെ ശല്യപ്പെടുത്താൻ വിളിച്ചുകൊണ്ടിരുന്നൊന്നുമല്ല അച്ഛാ, എനിക്കൊരു കാര്യം പറയാൻ ഞാൻ എത്ര കാലമായിട്ട് വിളിക്കുകയാണ് അച്ഛനെ. ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം എടുക്കാത്തല്ല, ടീച്ചർ പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ ആ ടീച്ചറിൻ്റെ അടുത്ത് പറയുകയാണ്, സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ സംഭവിച്ചത്, പരിശുദ്ധാത്മാവ് ഒന്ന് ആ ബാംഗ്ലൂരിൽ നിന്ന് അവൾ വീട്ടിലേക്ക് എത്തി.
വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വന്ന് ആ ബന്ധമെല്ലാം പോയി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് കടുത്ത ഡിപ്രഷൻ അടിമയായി വീടിനകത്ത് മുറി അടച്ച് കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, ഭക്ഷണം കഴിക്കത്തുമില്ല, അങ്ങനെ ഇരിപ്പാണ്. ഞാനിതൊക്കെ പറയാൻ അച്ഛനെ വിളിക്കുന്നുണ്ട്, അച്ഛനെ കിട്ടുന്നില്ല. പിന്നെ അച്ഛൻ തന്ന പ്രാർത്ഥന എൻ്റെ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ്, ഞാൻ അത് തന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി. മുറിക്ക് പുറത്തേക്ക് ഇവൾ വരുന്നേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ കൂടെ പഠിച്ച, കോളേജിൽ പഠിച്ച ഒരു ബാച്ച്മേറ്റ്, ഒരു കൂട്ടുകാരൻ, അനേക വർഷങ്ങൾ വിദേശത്തായിരുന്നു, അവിടുന്ന് നാട്ടിലെത്തിയപ്പോൾ ബാക്കി കൂട്ടുകാരെ എല്ലാവരെയും കണ്ടു. എൻ്റെ മകളെക്കുറിച്ച് മാത്രം ഒരു വിവരമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകൾ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു വീട്ടിലുണ്ടെന്നാണ് അറിവ്, എന്തോ ഒരു ട്രാജഡിയൊക്കെ ഉണ്ട് കുടുംബത്തിൽ, കുടുംബജീവിതമൊക്കെ തകർന്ന് അങ്ങനെയാണ് എന്നൊക്കെ ആരോ വിവരം പറഞ്ഞ് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ ആ കൂട്ടുകാരിയെ ഒന്ന് കാണണമെന്നുണ്ട്. ബാക്കി എല്ലാവരും ഞാൻ കണ്ടു, ഞാൻ വർഷങ്ങൾ നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഞാൻ എല്ലാവരും കണ്ടു, ഇവളെ മാത്രം കണ്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു തുറക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഏതായാലും നോക്കാമെന്ന് പറഞ്ഞു. വാതിക്കലിങ്ങനെ മുട്ടിയിട്ട് പറഞ്ഞു ഇന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ കതവ് തുറന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു നീ ഒന്ന് പുറത്തോട്ട് വാ, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു വീടിന് പുറത്തേക്ക് ഇറങ്ങി ആ വഴിയിലേക്ക് ഇറങ്ങി നിന്ന് അവർ കുറച്ച് സമയം സംസാരിച്ചു. തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്ന് എല്ലാം ഇങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ മനുഷ്യൻ അമ്മയെ കാണാനെത്തി. അമ്മയെ കാണാനെത്തിയിട്ട് ഈ വന്ന മനുഷ്യൻ, ഇവളുടെ കൂട്ടുകാരൻ പറഞ്ഞു ഇവളുടെ ജീവിതവും ഇവൾക്ക് സംഭവിച്ച ദുരന്തങ്ങളും എല്ലാം ഞാൻ അവളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. ഇതൊരു സഹതാപത്തിൽ നിന്ന് ഞാൻ പറയുന്നതല്ല. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് നാട്ടിലില്ലായിരുന്നു. എൻ്റെ ജോലിയും ബിസിനസ്സും ഒക്കെ കാരണം ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളല്ലേ, അടുത്തറിയാവുന്നവരാണ്. ഇവൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇവളെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു അവളോട് ചോദിക്കണം, അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് മാതാപിതാക്കന്മാർ വന്നു, കല്യാണം ഉറപ്പിച്ച് കല്യാണം കഴിച്ച് മനോഹരമായൊരു കുടുംബജീവിതത്തിലേക്ക് ദൈവം അവളെ ആനയിച്ചു. എൻ്റെ അച്ഛൻ ഇതൊന്ന് പറയാനാണ് ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നത്. ടീച്ചർ പറയുകയാണ് ഒത്തിരി കാര്യം പറയാനുണ്ട്. അതായത് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണം. നമ്മൾ ബാക്കി എന്തോരം കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഓടുന്നു. ഈശോ പറഞ്ഞില്ലേ ഞാൻ പോകുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലേക്ക് വരും. എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഏറ്റവും കുറച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ്. പിന്നെയും പുണ്യാളന്മാരെ കുറച്ചുകൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ അത്രയും പോലും ഇല്ല. എനിക്കൊരു കാലത്ത് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരു 50 പെരുന്നാളിന് കിട്ടുന്ന വില പോലും സഭയിൽ പെന്തക്കോസ്താ പെരുന്നാളിന് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊക്കെ മാറി വരുന്നുണ്ട്. ഒത്തിരി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു കൾച്ചറായി മാറുന്നുണ്ട് ഇപ്പം 10 ദിവസത്തെ പ്രാർത്ഥനകളൊക്കെ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഗൗരവമായിട്ട് എടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ നിയന്ത്രണം ഉണ്ടാവും. പരിശുദ്ധാത്മാവിനെ എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിക്കണം. അതാണ് എണ്ണ. പിടികിട്ടിയോ? അപ്പോൾ ഒരു ദൈവിക കാര്യം ചെയ്യുമ്പോൾ, ഒരു മാവ്, നേർത്ത മാവ് ധാന്യബലിയായി സമർപ്പിക്കുമ്പോൾ അതിൽ എണ്ണ ഒഴിക്കണം. അടുത്ത വാക്യം വായിക്കാം. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ് എണ്ണ ഒഴിക്കുകയും പിന്നെന്ത് ചെയ്യണം? കുന്തിരിക്കം ഇടുകയും ചെയ്യണം. ഇനി അത് വിശദീകരിക്കാം. അടുത്ത വാക്യം കൂടെ വായിക്കാം. അത് അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ മുൻപിൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു കൈ മാവും എണ്ണയും കുന്തിരിക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ അതായത് ഇനി ആദ്യം എണ്ണ ഒഴിക്കണം, അത് മനസ്സിലായി. രണ്ടാമത്തേത് ഏതാണ്? കുന്തിരിക്കം. കുന്തിരിക്കം മുഴുവനും എടുക്കണം. മുഴുവനും എടുത്ത് അത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. കുന്തിരിക്കം മുഴുവനും എടുത്ത് ദഹിപ്പിക്കണം. കുന്തിരിക്കം മുഴുവനും എടുത്ത് കത്തിക്കണം. അപ്പോൾ അത് ബൈബിളിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭാഷയിൽ കുന്തിരിക്കം എന്ന് പറയുന്നത് ദൈവത്തിന് സ്വീകാര്യമായ പരിമളം എന്ന് പറയുന്നത് ആരാധനയെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിന് മാത്രം നൽകുന്ന ആരാധനയുടെ പ്രതീകമാണ് കുന്തിരിക്കം. അതുകൊണ്ടാണ് കുന്തിരിക്കം കുറച്ച് പോലും വെച്ചേക്കരുത്, മുഴുവനും എടുത്ത് സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ആരാധന കൊടുക്കരുത്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അതാണ് കുന്തിരിക്കത്തിൻ്റെ ആദ്യത്തെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാ.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്. ഞാനിത് പറയാൻ കാരണം, നമുക്ക് ആരാധന പല വഴിക്കായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, നമുക്കൊരു വചനം, കുറച്ച് വചനങ്ങൾ വായിക്കേണ്ടത് അത്യാവശ്യമാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. നിയമാവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഇസ്രായേലെ കേൾക്കുക, ഷമാ ഇസ്രായേൽ. മുസ്ലിം സഹോദരങ്ങൾ വാങ്ക് വിളിക്കുമ്പോൾ പറയുന്നത് പോലെ യഹൂദന്മാർ ഉച്ചത്തിൽ വിളിച്ച് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഷമാ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ഇന്ന് ഈ ജെറുസലേം ദേവാലയം നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു മോസ്കാണുള്ളത്. അതിൻ്റെ ചുറ്റിനും കെട്ടിയിട്ടിരിക്കുന്ന മതിലിൻ്റെ പേരാണ് വിലാപത്തിൻ്റെ മതിൽ. ഈ വിലാപത്തിൻ്റെ മതിലിൽ തലയിടിച്ച് യഹൂദൻ കരയാറുണ്ട്. വിലാപ മതിലിൽ തലയിടിച്ച് യഹൂദൻ ചൊല്ലുന്നത് ഷമ്മായാണ്. ഷമാ ഇസ്രായേൽ, ഈ പ്രാർത്ഥനയാണ്. ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഒരേ ഒരു കർത്താവ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതായത് ദൈവത്തെ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാവൂ. ദൈവത്തെ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കാവൂ. ആരാധന ദൈവത്തിന് മാത്രം. പറഞ്ഞേ ഹല്ലേലൂയാ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ വേറെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. നമ്മൾ ഇത് ചില കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 29. നിയമാവർത്തനം 12:29 മുതൽ വായിക്കാം. നിർത്തി ഉറക്കെ വായിക്കാം. ഡ്യൂട്രോണമി 12:29 വായിക്കാം. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കും. അടുത്ത വാക്യം. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. അത് പറയാൻ കാരണമുണ്ട്. ഇത് വന്ന് ഇപ്പം എല്ലാം ഒരുപോലെ ആവുക. വന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എനിക്ക് അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെയുള്ള പ്രത്യേകമായ ഒരു അപേക്ഷ ഇതാണ്. അതായത് എല്ലാം ഒന്നുപോലെ ആക്കുന്ന പരിപാടികൾ ഉണ്ടെങ്കിൽ പള്ളിയിൽ അത് അവസാനിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അത് ഞാൻ പൂർണ്ണ ബോധ്യത്തോടാണ് പറയുന്നത്. കാരണം വന്ന് നമുക്ക് എന്തും ചെയ്യാവുന്ന ഒരു ലൈസൻസിലേക്ക് വരികയാണ് കാര്യങ്ങൾ. അപ്പം അത് ചെയ്യാൻ പാടില്ല. ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിന് സഭയ്ക്ക് കാലാകാലങ്ങളിൽ പരമ്പരാഗതമായി നമുക്ക് നൽകപ്പെട്ട ആരാധനാ രീതികളുണ്ട്. അത് മതി. എല്ലാവരും വേറെ മതക്കാർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ നാണം കെടുത്തുന്നത് നമ്മുടെ ആളുകളല്ല, അവർ തന്നെയാണ്. അവർ പറയുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം, നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ ആചാരം എടുത്ത് ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ മറ്റ് ജനതകളെയോ മറ്റ് മതങ്ങളെയോ അനുകരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് പള്ളി പണിയുമ്പോഴും എല്ലാം ഓരോന്ന് ചെയ്യുമ്പോഴും ഒക്കെ ഓരോന്ന് വേണമെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോൾ ദൈവത്തിന് ഇത് മഹത്വം കൊടുക്കുന്നുണ്ടോ? അത് ആലോചിച്ച് നോക്കണം. ഓരോന്ന് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് ഡയറക്റ്റ് വിമർശനമാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി പള്ളിക്കകത്ത് പ്രതിഷ്ഠിച്ച് തുടങ്ങുകയാണ് ഇപ്പം. അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നു തുടങ്ങുകയാണ്. ഒരു മനസാക്ഷിക്കുത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. പ്രശ്നം എന്തെന്നറിയാമോ? നമ്മളെ പിശാച് തകർത്ത് കളയും. എവിടെന്നറിയാമോ? ദ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ്, യേശുവിൻ്റെ കുരിശിൻ്റെ, യേശുവിൻ്റെ രക്ഷയുടെയും കേന്ദ്രീയതയെ എടുത്തു കളഞ്ഞാൽ, വേറെ എന്തിനെങ്കിലും കൊണ്ടുവന്ന് പ്രാധാന്യം കൊടുത്താൽ അവിടെ വി ആർ പ്രോൺ ടു അറ്റാക്ക്. നമ്മളെ നശിപ്പിക്കാൻ എല്ലാ വാതിലുകളും തുറന്നിടുക ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് രക്ഷിക്കാൻ കുരിശാണ്, യേശുവിൻ്റെ കുരിശ്. ആ കുരിശിന് പ്രാധാന്യം കുറയുന്നതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശിൻ്റെ കേന്ദ്രീയത, സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ആളുകൾ പരിശുദ്ധ കുർബാനയിലും ആരാധനയിലും കുമ്പസാരത്തിലും വചനത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന വിധത്തിലുള്ള ഒരാചാരങ്ങളും ദേവാലയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇഷ്ടക്കേടുണ്ടാവാം ഞാനിത് പറയുന്നത് കൊണ്ട്, പക്ഷേ വചനവേദി നിൽക്കുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ല. ആത്മാവ് പറയുന്നത് പറഞ്ഞേ പറ്റൂ. എനിക്ക് ഫ്രീഡം ഇല്ല. ഞാൻ ഇഷ്ടക്കേടുകളും അവിടെ എനിക്ക് വകവെക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുകയാണിത്, എൻ്റെ മനസ്സിൽ വലിയ ഭാരവും വേദനയുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച്. യേശുവിൻ്റെ കുരിശിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി കളയുന്നതൊന്നും പള്ളികളിൽ പ്രോത്സാഹിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പോൾ ഒരു ആചാരം നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകണില്ല. കുർബാന നിർത്താതിരുന്നാൽ മതി, കുമ്പസാരം നിർത്താതിരുന്നാൽ മതി, ജപമാല നിർത്താതിരുന്നാൽ മതി. മനസ്സിലായില്ലേ? അതായത് സഭ പരമ്പരാഗതമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, മറ്റ് പ്രാദേശികമായ ആചാരങ്ങളൊക്കെ ഒന്നുകൂടെ ആലോചിക്കണം. ഇനി ഇത് അടുത്ത കൊല്ലം നടത്തണമെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എന്താ പറയുക, അതിനകത്തെല്ലാം ഒത്തിരി വിജാതീയത കയറി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തൊന്നും പ്രത്യേകിച്ച് സുവിശേഷമൊന്നും ഇല്ല, വചനമില്ല, കർത്താവില്ല, അതിനകത്തൊന്നും. അത് നമ്മളെ കൂടുതൽ വഷളന്മാരാക്കി മാറ്റത്തേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ ഈ ജനതകളെ അനുകരിക്കുന്ന പരിപാടി കുറച്ച് കൊണ്ടുവരണം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ മറ്റ് ജനതകളെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച്, സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ആരാധനയ്ക്ക് നല്ല ഒന്നാം തരം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ, അത് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സത്യം. വേറൊരു വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 23:13. പുറപ്പാട് 23:13. പുറപ്പാട് പുസ്തകം എക്സോഡസ് 23:13. പുറപ്പാട് 23:13. പുറപ്പാട് 23:13 വായിച്ചേ. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധ വെക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയാവരുത്. അതെനിക്ക് മലയോര പ്രദേശങ്ങളിലുള്ളവരോട് പറയാനുള്ളൊരു കാര്യം, പള്ളിയിൽ വന്ന് കുർബാനയും കഴിഞ്ഞ് പോയി മലദൈവങ്ങളെയും കുമ്പിടരുത്. മനസ്സിലായോ? ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ, ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് പള്ളിയിലും വരും, അത് കഴിഞ്ഞിട്ട് നേരെ രാവിലെ 9:00 കുർബാന, 11:00 മലദൈവങ്ങൾക്ക് ആചാരം. ആഭിചാരത്തിനും മന്ത്രവാദത്തിനും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോകരുത്. മനസ്സിലായോ? നമ്മുടെ മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരാധനാ രീതികളിലും പങ്കെടുക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അത് പങ്കെടുക്കരുതെന്ന് പറയാൻ കാരണം, അത് ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളതാണ്. അത് 1-ാം പ്രമാണ ലംഘനമാണ്. അത് 3-4 തലമുറകളിലേക്ക് ബാധ്യതകൾ വരാൻ ഇടയുണ്ടെന്ന് എഴുതപ്പെട്ട വചനം പറയുന്നു. അതുകൊണ്ട് അനേക കുടുംബങ്ങൾ നശിച്ചു പോയതിനും അനേകം പേരുടെ ജീവിതം പച്ച പിടിക്കാതെ നടക്കുന്നതിൻ്റെ കാരണം കൃത്യമായ അന്യദൈവ ആരാധനകളാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഇത് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യാണ്? നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളും രീതികളും കാണും. പ്രത്യേകിച്ച് ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ള ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ്, 2 തൃശ്ശൂരാണ്. മനസ്സിലായോ? അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ല ഒന്ന് കേരളത്തിൽ പറയാവുന്ന 2 സ്ഥലങ്ങളാണ്. എനിക്ക് ഞാൻ ഇത് അവിടെ ചെന്ന് പറഞ്ഞാണ്, തൃശ്ശൂർ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പത്തനംതിട്ടയാണ്, നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ആളുകൾ അന്ധവിശ്വാസങ്ങളുടെ അകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. 3-4 തലമുറയ്ക്കപ്പുറത്തേക്ക് തിന്മ വരും. എന്താ? അമ്മ അന്യദൈവ ആരാധനയ്ക്ക് പോയാൽ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അന്യദേവന്മാരുടെ നാമം
സ്മരിക്കരുത്. നിങ്ങളുടെ നാവിൽ നിന്ന് അത് കേൾക്കാൻ ഇടയാവരുത്. പകരം എന്ത് ചെയ്യണം? പുറപ്പാട് 23:25, പുറപ്പാട് 23:25 വായിക്കാം. നിങ്ങളുടെ ദൈവമായ, പുറപ്പാട് 23 എടുത്തു വച്ചിരിക്കുന്നത്, അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കൂ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. കർത്താവ് പറയുകയാണ്, വന്ധ്യതയോ ഗർഭഛിദ്രമോ നാട്ടിലുണ്ടാവില്ല. രോഗപീഠങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. നിന്റെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ദൈവം വളരെ 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 അസഹിഷ്ണുവായ ദൈവമെന്നാണ് ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഏകദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായതൊന്നിനെയും വകവെച്ച് തരുന്ന ദൈവമല്ല. ദൈവം അത് വകവെച്ച് തരില്ല. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് പോയി വെറുതെ നമ്മൾ വിഷമം, കർത്താവിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട്, ഒരു ശാപം, ഒരു അനുഗ്രഹക്കേട് ഉണ്ടാക്കി വെക്കരുത്. അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 10:19 മുതൽ 21 വരെ. 1 കൊരിന്തോസ് 10:19 മുതൽ 21 വരെ. വിഗ്രഹത്തിന് സമർപ്പിച്ച വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാരപദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതീയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രം എന്ന് പറഞ്ഞാൽ ഒരേ സമയം പള്ളിയിൽ വന്ന് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചിട്ട് അതേ സമയത്ത് പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകാനും സാധിക്കുകയില്ല. കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തേക്കാൾ ശക്തരാണോ? ഇതൊക്കെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ വരുന്ന വിശ്വാസികൾ, മാമോദീസ സ്വീകരിച്ചവർ ഒരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും പോയി പെടരുത്. ജാതകം, ജ്യോതിഷം, കണി, നാള്, വാസ്തു, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ ആ വഴിക്ക് തിരിയുക പോലും ചെയ്യരുത്. മനസ്സിലായോ? കന്നിമൂലയ്ക്ക് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ബാത്റൂം ഇളക്കി വേറൊരു സ്ഥലത്ത് വെച്ച് പണിഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ആ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. കുറ്റപ്പെടുത്തുകയല്ല. ഇനി ഹാർട്ട് അറ്റാക്ക് വന്നത് ഇതുകൊണ്ടാണെന്നും പറയുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ കന്നിമൂലയുടെ അവിടുന്ന് അത് ഇളക്കി ഇങ്ങോട്ട് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അനുഗ്രഹമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് എനിക്കന്ന് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ അറ്റാക്ക് വന്ന് പെട്ടെന്ന് അങ്ങ് മരിക്കത്തില്ലായിരുന്നല്ലോ ആ സമയത്ത് തന്നെ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട പറയുന്ന ഉദാഹരണങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത് അതിനകത്തൊന്നും അല്ല കാര്യം. ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ അംഗീകരിച്ച് ദൈവത്തെ മാനിക്കുക. ദൈവത്തിൽ ഇടം വലം ശ്വാസം പോയി ജീവൻ പോകേണ്ടി വന്നാലും വേറെ ഒരു വഴിക്കും തിരിയരുത്. എന്തെങ്കിലും വിധത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മനസ്സറിഞ്ഞ് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കണം. ഇത് വലിയ തിന്മയാണ്, മാരക പാപമാണ്. 1-ാം പ്രമാണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒരേ സമയത്ത് ദൈവത്തിൻ്റെ പാനപാത്രത്തിലും അതുപോലെ തന്നെ അതേ സമയത്ത് പിശാചിൻ്റെ പാനപാത്രത്തിലും പോയി പങ്ക് ചേരരുത്. എല്ലാം ഒന്നാന്ന് വിചാരിച്ച് നടക്കരുത്. വിശ്വാസികൾക്ക് കൃത്യമായ വ്യത്യാസബോധം ഉണ്ടാവണം. ഇത് തന്നെ അപ്പോസ്തലൻ വീണ്ടും പറയുന്നുണ്ട് 2 കൊരിന്തോസ് 6-ാം അധ്യായത്തിൽ. 2 കൊരിന്തോസ് 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. 2 കൊരിന്തോസ് 6:14 മുതൽ വായിക്കാം. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഞാൻ 100% ബോധ്യത്തോടൊരു കാര്യം പറയട്ടെ. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് വേണോ, വിഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്.
വിഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസൻസ് നിലനിൽക്കണമെങ്കിൽ വിഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്, അന്ധവിശ്വാസങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്. അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് നിൽക്കത്തില്ല, വരുത്തുമില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ മൂവ് ചെയ്യും പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിക്കും. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ വിട്ട് ഇറങ്ങി വരണം. വ്യത്യാസമുണ്ട് അതിനകത്ത്. ഒരു 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 വെള്ളം ചേർക്കാനും പറ്റില്ല. അതായത് ഏകദൈവ വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത്. എല്ലാം കൂടെ നടക്കത്തില്ല എൻ്റെ പൊന്ന് ചേട്ടന്മാരെ, ചേച്ചിമാരെ, നടക്കത്തില്ല. നമ്മൾ ഒരിടത്ത് എത്തില്ല. തൽക്കാലത്തേക്ക് കാര്യസാധ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്നൊരു പ്രതീതി പിശാചുണ്ടാക്കും. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു വ്യാജപ്രവാചകൻ വരികയും അവൻ പറയുന്നത് സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾ ആ അടയാളം കണ്ടാലും അവനിൽ വിശ്വസിക്കരുത് എന്ന് എഴുതപ്പെട്ട വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വായിക്കാം. പറയുകയാണ്, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. മടുത്തോ? മടുത്തോ? ശ്രദ്ധിച്ചിരിക്കണം. ബൈബിളില്ലാത്തതുകൊണ്ടാണ് മടുത്തേ. കൈ ബൈബിളില്ലല്ലോ, ഇല്ലാത്തവരെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരണം. ഇത് മനസ്സിലായോ? അതെന്താണ്? കുന്തിരിക്കം. മുഴുവൻ പരിമളവും ആർക്ക്? ദൈവത്തിന്. അതിൽ നിന്നൊന്നും എടുക്കരുത്. പുരോഹിതൻ മാവിൽ നിന്ന് ഒരു കൈ മാവും എണ്ണയും എടുക്കാം. പക്ഷേ കുന്തിരിക്കം എന്ത് ചെയ്യണം? മുഴുവനും എടുത്ത് സമർപ്പിക്കണം. മുഴുവൻ ആരാധനയും ദൈവത്തിന്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി തിരിച്ചു വരാം. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരിക. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചൊന്നുകൂടെ വായിക്കാമോ? ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തിരിക്കമിടുകയും ചെയ്യണം. അത് അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു കൈ മാവും എണ്ണയും കുന്തിരിക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. ഇനി 2:11 വായിക്കാം. ലേവ്യർ 2:11 വായിക്കാം. ഇത് ഇങ്ങനെ വായിച്ചേ. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന, അങ്ങനെ ഉറക്കെ വായിച്ചേ. ധാന്യബലി പുളിപ്പ് ചേർത്തതാ. അടുത്തത് പുളിപ്പുണ്ടായിരിക്കരുത്. ദൈവത്തിന് ആരാധന സമർപ്പിക്കുമ്പോൾ അടുത്ത പറയുകയാണ്, പുളിപ്പ് ഉണ്ടായിരിക്കരുത്. എന്താണ് പുളിപ്പ്? പുളിപ്പെന്ന് പറയുന്നത് ബൈബിൾ ഉദ്ദേശിക്കുന്നത് തിന്മയാണ്, കാപട്യമാണ്. എന്താണ് പുളിപ്പ്? തിന്മ അഥവാ കാപട്യം, ഹിപ്പോക്രസി, ഇൻസിൻസിയറിറ്റി. അതാണ് പുളിപ്പ്. 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. മത്തായി 16:11. നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് എത്തുമ്പോൾ പുളിപ്പുണ്ടായിരിക്കരുത്. മത്തായി 16:11 എടുത്തോ, വായിച്ചോളുക. ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളണം. ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവ്. അപ്പോൾ ഫരിസേയരുടെ പുളിമാവ്, സദൂക്കായരുടെ പുളിമാവ്. മർക്കോസ് 8:15. മർക്കോസ് 8:15. മർക്കോസ് 8:15 വായിച്ചേ, വായിക്കേ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെറോദിൻ്റെയും പുളിപ്പിനെക്കുറിച്ച്. അപ്പോൾ കണ്ടോ, പുളിപ്പ് ആരുടെയൊക്കെയാണ്? ഫരിസേയരുടെ പുളിപ്പ്, സദൂക്കയരുടെ പുളിപ്പ്, ഹെറോദിൻ്റെ പുളിപ്പ്. ഇങ്ങനെ 3 തരം പുളിപ്പിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അത് പുളിപ്പെന്ന് പറയുന്നത് തിന്മയാണ്, തിന്മ. ഫരിസേയരുടെ തിന്മയായിരുന്നു കാപട്യം, സദൂക്കായരുടെ തിന്മയായിരുന്നു ലൗകികാരൂപി, അതുപോലെ തന്നെ ഹെറോദിൻ്റെ തിന്മയായിരുന്നു തിന്മ വെച്ചുകൊണ്ടുള്ള ആത്മീയത. അപ്പോൾ ഇതായിരുന്നു പുളിപ്പ്. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫരിസേയരുടെ, സദൂക്കായരുടെ
ഹേറോദിൻ്റെ പുളിപ്പ്, അതിനെ സൂക്ഷിക്കണമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിക്കണം, പുളിപ്പ്. ഇനി വേറൊരു വചനം വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടും. 1 കൊരിന്തോസ് 5:8. 1 കൊരിന്തോസ് 5:8. അതിനാൽ വായിക്കേ, ഈ ഇങ്ങോട്ട് നോക്കിയേ, ഈ തെക്കും വടക്കും നോക്കിയിരിക്കുന്ന എല്ലാം ആരാന്നറിയാമോ? ബൈബിൾ കൊണ്ടുവരാത്തവരാണ്. അവരെല്ലാം അങ്ങോട്ട്, ഒരാൾ വന്നാൽ ഉടനെ അങ്ങോട്ട് നോക്കും, അല്ല വരുന്ന ഇങ്ങോട്ട് നോക്കും, അവിടെ സൗണ്ട് കേട്ട ഉടനെ അങ്ങോട്ട് നോക്കും. ബൈബിളുള്ളവരെല്ലാം വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നുണ്ട്. ബൈബിളില്ലാത്തവർ ഇങ്ങനെ തെക്കും വടക്കും നോക്കി എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പുസ്തകത്തിൽ നോക്ക്, ഉമ്മ മേലോട്ട് നോക്കിയിരിക്കുക, മനത്തം കണ്ണിയാണ്. വായിക്കേ. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. കണ്ടോ? അപ്പോൾ എന്താണ് പുളിപ്പ്? അശുദ്ധിയും തിന്മയും. എന്താണ് പുളിപ്പ്? അശുദ്ധിയും തിന്മയും. എന്താണ് പുളിപ്പ്? അതിന് ലേവ്യർ 2:11 തിരിച്ചു വാ. ലേവ്യർ 2:11. ലേവ്യർ 2:11 വായിക്കാം. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത്. ദഹനബലിയായി പുളിമാവോ തേൻ ഞാൻ പറയാം. ആദ്യത്തേത് ഇതാണ്. പുളിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ, അതുകൊണ്ടാണ് യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ തിന്മകളിൽ നിന്ന് മോചിതരായി പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് പാപം ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കണം. അതാണ് അവിടുത്തെ സൂചന. ഇനി തേൻ ഉണ്ടാവരുത്. തേൻ മനസ്സിലായ? പുളിമാവോ തേനോ ദഹനബലിയിൽ ചേർക്കാൻ പാടില്ല. മാവ് വെക്കുന്ന സമയത്ത് എന്നാൽ തേൻ നല്ലതല്ലേ എന്നോർത്ത് കുറച്ച് തേൻ അതിനകത്ത് ഒഴിക്കരുത്. തേനെന്ന് പറഞ്ഞാൽ എന്താ? തേനെന്ന് പറഞ്ഞാൽ ഇതിനോട് ഈ പുളിമാവും തേനും ഒരുമിച്ച് പറയുന്നുണ്ട്. പുളിമാവിനോട് ചേർന്നൊരർത്ഥമാണ് തേൻ ഇവിടെ ഉള്ളത്. തേനെന്ന് പറയുന്നത് മധുര, സ്വീറ്റ് വേർഡ്സ്, മധുര വാക്കുകൾ, തേൻ പുരട്ടിയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഹൃദയമില്ലാത്ത ആരാധന. ഹൃദയമില്ലാത്ത വാക്കുകളിൽ മാത്രമേ ഉള്ളൂ മധുരം, ഹൃദയത്തിൽ ഇല്ല. കാണുമ്പോൾ ഭയങ്കര വർത്താനവും സ്നേഹമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. മനസ്സിലായില്ലേ? കാണുമ്പോൾ ചെയ്യോ അച്ഛാ ക്ഷീണിച്ചു പോയല്ലോ, എന്നാ പറ്റി, ഷുഗർ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങോട്ട് മാറി എന്നിട്ട് പറയും, കണ്ടില്ലേ ഇങ്ങനെ ഒരു വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ ആത്മാർത്ഥയൊന്നുമില്ല. ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കരുത്. ഉള്ളതുപോലെ പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞില്ലേ, പരിസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? ദൈവമേ, ഞാൻ നിനക്ക് ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ദാനധർമ്മം ചെയ്യുന്നു, ഞാൻ നല്ലവനാണ്, ഞാൻ മെച്ചപ്പെട്ടവനാണ്, എന്നാൽ ചുങ്കക്കാരനാവട്ടെ. ഉള്ളതുപോലെ പറഞ്ഞു. കർത്താവേ, പാപിയായ എന്നോട് കരുണയാവണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തേൻ പുരട്ടിയ വാക്കുകളുമായിട്ട് ദൈവത്തിന് മുമ്പിൽ വരരുത്. ഒരുപാട് പേരുടെ പ്രാർത്ഥന തേൻ പുരട്ടിയ വാക്കുകളാണ്. പ്രാർത്ഥന ഭയങ്കരമാണ്, തേൻ പുരട്ടിയ വാക്കുകൾ. പക്ഷെ ഉള്ളിലൊന്നുമില്ല. നാദാ സമർപ്പിക്കുന്നു, എല്ലാം സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാടും. മുറ്റത്തിറങ്ങുമ്പോഴാണ് ചെരുപ്പ് കാണാനില്ല. പിന്നെ ആ ചെരുപ്പെടുത്തുകൊണ്ട് പോയതിന് അപ്പനെ വല്യപ്പനെ അവൻ്റെ വല്യപ്പനെ മുഴുവൻ പ്രാഗി അലച്ച് അവന് കുട്ടം പിടിച്ച് ചാവുന്ന രീതിയിലാക്കും. എല്ലാം സമർപ്പിച്ചായിരുന്നു അകത്തിരുന്ന്. കൂട്ടത്തിൽ ചെരുപ്പോട് സമർപ്പിച്ച കാര്യം ഓർത്തില്ല. അപ്പോൾ തേൻ പുരട്ടി നമ്മൾ ഇങ്ങനെ പറയില്ല. നമ്മൾ ഇപ്പം ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നറിയാം. നമ്മൾ കള്ളം പറയാറില്ല, കള്ളം പാടാറുണ്ടെന്ന്. കള്ളം പറയാറില്ല, കള്ളം പാടാറുണ്ടെന്ന്. അപ്പോൾ പാടുന്നതൊക്കെ കള്ളമാണ് അല്ലേ? ദൈവമേ എന്നൊക്കെ എല്ലാം പറഞ്ഞ് ഭയങ്കര പാട്ടാണ്. പാടുന്നേ ഉള്ളൂ, ഹൃദയമില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പാടിക്കണം. ഞാൻ ഒരു ദിവസം പാടുമ്പോൾ സൂക്ഷിച്ചോണം. ഞാനൊരു ദിവസം ഇങ്ങനെ ഈ മരുവനസിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്താണ്. ഹോസ്റ്റലിലെ മുറിയിൽ ഞാനിങ്ങനെ നിലത്ത് എന്തോ വെള്ളം വീണപ്പോൾ ഇങ്ങനെ അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാടുകയാണ്, ആത്മാക്കളെ തരിക എൻ്റെ സർവ്വതും എടുത്തുകൊള്ളുക. ഞാൻ പാടിക്കൊണ്ട് തുടങ്ങിയത്, ആത്മാക്കളെ തരിക എൻ്റെ സർവ്വതും എടുത്തുകൊള്ളുക. പോക്കറ്റിൽ നിന്ന് നേരെ ഫോൺ താഴോട്ട് പോയിട്ട് നിലത്ത് വീണ് ചന്നം പിന്നായിപ്പോയി. പിന്നെ മേലെ ആ പാട്ട് ഞാൻ പാടിയിട്ടേ ഇല്ല. ആത്മാക്കളെ തരിക എൻ്റെ സർവ്വതും. ഫോൺ പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വിഷമം മനസ്സിലായത്. മനസ്സിലായോ? കള്ളത്തരം പാടരുത്. പാടിയാൽ
അപ്പം തന്നെ 2 ആത്മാക്കളെ തന്നിട്ട് കയ്യിൽ നിന്ന് പോകും പൊട്ടിച്ച് കളയും. അപ്പം അതുകൊണ്ട് തേൻ പുരട്ടിയ വാക്കുകൾ, അതാണ് തേൻ. വായിക്കാം 2:11. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത്, ദഹനബലിയായി പുളിമാവോ തേനോ അർപ്പിക്കരുത്. 12. എന്നാൽ അവ ആദ്യഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം. അവ ഒരിക്കലും കർത്താവിന് സുരബില ബലിയായി ദഹിപ്പിക്കരുത്. ധാന്യബലിക്കെല്ലാം, അടുത്തത്, ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ്. അടുത്താണ് ഉപ്പ്. ഉണ്ടോ? കുറേ കാര്യം പറഞ്ഞില്ലേ. 1 എണ്ണ, 2 കുന്തിരിക്കം, 3 പുളിമാവ്, 4 തേൻ, 5 ഉപ്പ്. ഉപ്പെന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഉപ്പ്, ദ സോൾട്ട് ഓഫ് കവനൻ്റ് എന്നാണ് പറയുന്നത്. ഉടമ്പടിയുടെ ഉപ്പ്. അതെന്താ? ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കിയേ. ഉടമ്പടി, ദൈവം മനുഷ്യരുമായി ബന്ധത്തിലേർപ്പെട്ടത് മുഴുവൻ ഉടമ്പടികളിലൂടെയാണ്. ബൈബിളിൽ നമ്മളങ്ങനെ വായിക്കുന്നത്. പ്രളയം കഴിഞ്ഞ് നോഹയുമായി ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. നോഹയോടുള്ള ഉടമ്പടി, പിന്നീട് അബ്രഹാമിനോടുള്ള ഉടമ്പടി, പിന്നെ ആരോടാണ്? മോശയോടുള്ള ഉടമ്പടി, പിന്നെ ദാവീദിനോടുള്ള ഉടമ്പടി. ഇങ്ങനെ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവൻ, ശ്രദ്ധിക്കുക, ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവൻ ഒരു ഉടമ്പടി ബന്ധത്തിൻ്റെ പേരിലാണ്. അപ്പം കവനൻ്റിലാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്, ഉടമ്പടിയിലാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. അതായത് ദൈവത്തോട് നമ്മൾ ചെയ്ത ഉടമ്പടി, അല്ല ദൈവം നമ്മളോട് ചെയ്യുന്ന ഉടമ്പടി. അതുകൊണ്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഈശോ എന്ത് ചെയ്തു? അവൻ തൃക്കരങ്ങളിൽ, അല്ലേ, അവൻ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തിട്ട് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച്, അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ പ്രാർത്ഥന മറന്നുപോയി. ഇത് പറയാണ്, എന്താണ് ഇത്? പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഉടമ്പടിയുടെ രക്തം കണ്ടോ, നമ്മൾ ഈ കുർബാന ഭക്ഷിക്കുന്നത് ഉടമ്പടിയുടെ രക്തമാണ്, ഉടമ്പടിയുടെ രക്തം. അപ്പോൾ ദൈവം എപ്പോഴും ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു ഉടമ്പടി ബന്ധത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ആ ബന്ധത്തിലാണ് ആരാധിക്കേണ്ടത്. ബന്ധമില്ലാത്തവൻ്റെ ആരാധന ദൈവാരാധന അല്ല. എന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് നിന്ന് ഒരു ബന്ധമില്ല, ദൈവത്തോട് സ്നേഹമില്ല, ഹൃദയത്തിൽ ദൈവവുമായിട്ട് ഒരു അടുപ്പമില്ല, ഈശോയോട് ഒരു മമതയില്ല, കർത്താവിനോട് വ്യക്തിപരമായൊരു ബന്ധമില്ല, കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലുകയാണ്, അവിടെ ദൈവപ്രവൃത്തി നടക്കുന്നില്ല. ഹൃദയബന്ധമില്ലാതെ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയില്ല. കാരണം അവിടെ ഉടമ്പടിയില്ല, ഉടമ്പടിയുടെ ഉപ്പ് ഉണ്ടാവണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ഈ ആരാധനയോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിച്ച്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എല്ലാ ക്രിസ്തീയ പ്രവൃത്തികളും നിർവഹിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തേത്, നമ്മൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ദൈവാരാധനയുടെ കേന്ദ്രീയത നഷ്ടപ്പെടുത്തുന്നത് പ്രോത്സാഹിപ്പിക്കരുത്. മൂന്നാമതായിട്ട്, ആത്മാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പുളിമാവ് കൊണ്ട്, ആത്മാർത്ഥതയും സത്യസന്ധതയുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് തിന്മയും അശുദ്ധിയുമാകുന്ന പുളിമാവ് ഉപേക്ഷിച്ച് ആരാധിക്കണം. അതുപോലെ തന്നെ സ്വീറ്റ് വേർഡ്സ് അല്ല ദൈവം പ്രസാദിക്കുന്നത്, മധുരം പുരട്ടിയ വാക്കുകളല്ല, ഹൃദയമാണ് ദൈവം പരിശോധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ ആരാധന സമർപ്പിക്കുന്ന സമയത്ത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇനി ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ശരീരഭാഷകളെക്കുറിച്ച് പറയും. ആരാധനയിലെ ചില ശരീരഭാഷ, അത് നമുക്ക് നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ആരാധനയുടെ ആമുഖങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കണ്ണടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനുള്ളൊരു അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുക. ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അതിനെ തുറന്ന് സ്തുതിച്ച് ഒരു 10-20 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. നന്നായിട്ട് സ്തുതിച്ച്, ശക്തിയോടെ സ്തുതിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് നന്നായി കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച്. ആമേൻ. ഹല്ലേലൂയ. ഇരിക്കാവോ? എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ദൈവാരാധനയുടെ ശരീരഭാഷയുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നത് വിവിധ രീതി. ഇത് ഞാൻ പറയാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ തയ്യാറാവണം. ആ ദൈവത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ചിന്തിച്ചോ അങ്ങനെ മാത്രമല്ല, ആത്മാവ് കൊണ്ടോ ഒന്നും മാത്രമല്ല, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ ശരീരം കൊണ്ട് ആരാധിക്കണം, മനസ്സുകൊണ്ട് ആരാധിക്കണം, ആത്മാവ് കൊണ്ട് ആരാധിക്കണം. നമുക്ക് നമ്മുടെ ആരാധനക്രമത്തിൽ ദൈവത്തെ ശരീരം കൊണ്ട് ആരാധിക്കാൻ അനേകം ആരാധനാ രീതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നോമ്പ് കാലത്ത് 40 കുമ്പിടിയിൽ നടത്തുന്നുണ്ട്. അത് നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന. അപ്പോൾ അതിന് കൃത്യമായ വചനത്തിൻ്റെ അടിത്തറയുണ്ട്. നമ്മൾ ശരീരത്തെ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ശരീരമാണ്, ഈശോ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തെന്നറിയാമോ? നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സം, ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ തടസ്സം ഉണ്ടാക്കുന്നത്, നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കാൻ തടസ്സം ഉണ്ടാക്കുന്നത് പിശാചാണെന്നാണ്. എപ്പോഴും പിശാചല്ല എപ്പോഴും തടസ്സം ഉണ്ടാക്കുന്നത്. ഒരു പരിധി വരെ നമ്മളെ ആത്മീയമായിട്ട് വളരാൻ സമ്മതിക്കാത്തത് പിശാചല്ല, ലോകമല്ല, നമ്മുടെ ശത്രുക്കളല്ല, പിന്നെ ആരാ? നമ്മുടെ ശരീരമാണ്. അതാണ് ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഹലോ ചേച്ചി എന്ന് വിളിച്ച വിഷമമുണ്ടെങ്കിൽ അനിയത്തി പെങ്ങളെ ഇങ്ങോട്ട് ചോദിക്കട്ടെ, കാര്യം ചോദിക്കട്ടെ. അതായത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലേ? ശരീരം ഉണ്ടോണ്ടല്ലേ നടന്ന് ഇവിടെ വന്നേ, ശരീരം മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടല്ലേ ഈ പൊട്ടക്കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നേ, അല്ലേ ഞാൻ പറയാം, ശരിയല്ലേ? നല്ല ചാരിയൊക്കെ ഇരിക്കാൻ ആഗ്രഹമുള്ള നമ്മൾ ഇങ്ങനെ വടി പോലെ ഇങ്ങനെ ഇരിക്കുന്നത്, ഏതാണ്ട് ഈ പിതാവൊക്കെ പിതാവ് ഈ കസേരയൊക്കെ ഭയങ്കര പാടായിരിക്കാം. എനിക്ക് എന്നാൽ അത് ഞാൻ ഇന്നലെ ഇരുന്നായിരുന്നു, പാടാ, അത് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റത്തില്ല അതിനകത്ത്. അത് ഈ ശരീരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുന്നത്. ശരിയല്ലേ പറഞ്ഞേ? അപ്പോൾ ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പറ, തണ്ണിത്തോട് കാര്യം പറ. ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഉപകരിക്കുന്നില്ലേ? ഉണ്ട്. ഈശോ പറയാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്തിനാ ഉപകരിക്കാത്ത? ആത്മീയമായി വളരാൻ ഈ ശരീരം ഒരു തടസ്സമാണ്. അതുകൊണ്ട് ബൈബിള് നിങ്ങൾ ശരീരത്തെ, പിശാചിനെ നമുക്ക് എന്ത് ചെയ്യാം? ശാസിക്കാം, ഓടിക്കാം. പിശാചിനെ കാസ്റ്റ് ഔട്ട് ദ ഡീമൻ. പക്ഷേ ശരീരത്തെ എന്ത് ചെയ്യണം? ബൈബിള് പറയുന്നത് അറിയാം, ശരീരത്തെ ക്രൂസിഫൈ ദ ഫ്ലഷ് എന്നാണ് പറയുന്നത്. ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. ആത്മീയ വളർച്ച ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. അതിനുള്ള പരിപാടികളാണ് നോമ്പ്, ഉപവാസം, പ്രായശ്ചിത്തം, കുമ്പിടിയിൽ, അങ്ങനെയുള്ള ശരീരത്തിൻ്റെ ആരാധനകളെല്ലാം ക്രൂസിഫൈങ് ദ ഫ്ലഷാണ്. ശരീരത്തെ കുരിശിൽ തറയ്ക്കുന്ന ഏർപ്പാടാണ്. കാസ്റ്റ് ഔട്ട് ദ ഡീമൺ, ക്രൂസിഫൈ ദ ഫ്ലഷ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ശരീരത്തിൽ നിന്ന് വരുന്നത് പലതും പിശാച് കൊണ്ടുവരുന്ന അല്ല. നമുക്കിങ്ങനെ ഒരാളോട് ഭയങ്കര അരിശം വരികയാണ്, നിങ്ങൾ പറയുന്നുണ്ടോ, അയ്യോ പിശാച് കൊണ്ടുവരുന്ന അരിശമല്ലത്, നമ്മുടെ ശരീരത്തിലുള്ള അരിശമാണത്. നമുക്ക് ഭയങ്കര ആസക്തി വരികയാണ്, അത് പോയി പിശാച് എനിക്ക് ഭയങ്കര, പിശാചല്ലെന്നത്, അപ്പോൾ ശരീരത്തിലെ ആസക്തിയാണത്. നമുക്ക് ഭയങ്കര ദ്രവ്യാഗ്രഹം, പിശാചല്ലത്, അത് ഈ നമ്മുടെ ശരീരത്തിലുള്ള ദ്രവ്യാസക്തിയാണത്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ പിശാച് കൊണ്ടുവരുന്നതെന്ന് തെറ്റിദ്ധരിച്ചത് പലതും, പിശാച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ, എന്നാൽ തെറ്റിദ്ധരിച്ചതിൽ പലതും നമ്മുടെ ശരീരം കൊണ്ടുവരുന്നു. അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ എപ്പോഴും പറഞ്ഞു തരും, ശരീരത്തെ ശ്രദ്ധിക്കണം. ശരീരത്തെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ശരീരത്തെ മെരുക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ
ശരീരം കുറച്ച് മെരുങ്ങും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തേത് ശരീരം കൊണ്ടുള്ള നല്ലൊരു ആരാധനയാണ് എന്താണ്? ശിരസ് കുനിച്ച് ദൈവത്തെ ആരാധിക്കുക. ഒന്ന് കുനിച്ചേ നോക്കട്ടെ. കൊള്ളാം. ശിരസ് കുനിച്ച് ദൈവത്തെ, കഴുത്തിങ്ങനെ വേദനിച്ചിരിക്കാൻ, താങ്ക് യു വെരി മച്ച്, ശരി, ഒന്ന് കുനിക്കാൻ അവസരം തന്നതിന് നന്ദി. അപ്പോൾ കഴുത്ത് കുനിച്ച് ദൈവത്തെ വചനങ്ങൾ പെട്ടെന്ന് എടുത്ത് പോകണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം. അബ്രഹാമിൻ്റെ ഭൃത്യനായിരുന്ന ഏലിയാസർ അബ്രഹാമിൻ്റെ മകനായിരുന്ന ഇസഹാക്കിന് ഒരു പെണ്ണിനെ ആലോചിക്കാൻ വേണ്ടി അബ്രഹാം വിടുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തി കഴിയുന്ന സമയത്താണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഉൽപ്പത്തി 24:26 വായിച്ചേ. അവൻ തല കുനിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ? അപ്പോൾ ബൈബിളിൽ തല കുനിച്ച് ആരാധിക്കുക ബൈബിൾ പ്രകാരം വാലിഡായ ഒരു ആരാധനാ രീതിയാണ്. തല കുനിക്കണം. ഒന്ന് തല കുനിച്ചേ. ശ്രദ്ധിച്ചേ, നിങ്ങൾക്കിപ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേ, നമ്മൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് കുമ്പിട്ട് 40 കുമ്പിട്ടിലും നടത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സിമ്പിളായിട്ട് എവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കാൻ എന്താണ്? ദൈവത്തെ ഓർക്കുമ്പോൾ തല കുമ്പിട്ട് കർത്താവിനെ ഇത്തിരി നേരം തല കുമ്പിട്ട് ഇങ്ങനെ ഇരുന്ന് ആരാധിക്കണം. നല്ലൊരു ആരാധനാ രീതിയല്ലേ ഇത്? തല കുമ്പിട്ട് ആരാധിക്കാം. ഇനി ഈ ഉൽപ്പത്തി 24-ൽ തന്നെ വീണ്ടും കാണുന്നുണ്ട് നമ്മളത്. 24 വായിച്ചത് 24-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ഇനി അടുത്ത വായിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാം. പുറപ്പാട് പുസ്തകം 4:31. പുറപ്പാട് 4:31 വേഗം വായിച്ചോ. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നെന്നും കേട്ടപ്പോൾ അവർ തല കുനിച്ച് അവിടുത്തെ ആരാധിച്ചു. ഒന്ന് ആരാധിച്ച് തല കുനിച്ച് അവിടുത്തെ. നല്ല ഒരു ആരാധന രീതിയാണ്. അമ്മച്ചിമാർക്കൊക്കെ വീട്ടിലിരുന്ന് അമ്മച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ ലവ് യു. അമ്മച്ചിക്ക് നടുവൊന്നും വയ്യാങ്കിലും സിമ്പിളായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. അമ്മച്ചിക്ക് ഇത്രയും നാണിക്കണ്ട, ഞാൻ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്താണ്? അമ്മച്ചി ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കി ഇങ്ങോട്ട് നോക്കിയേ. അമ്മച്ചിക്ക് എവിടെ ഇരുന്ന് ചെയ്യാം. എന്താ ചെയ്യാൻ പറ്റുന്നത്? തല കുനിച്ച് ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദിവസത്തിൽ അനേക തവണ വണ്ടി യാത്ര ചെയ്യുമ്പോഴെല്ലാം തല കുനിച്ച് ദൈവത്തെ ആരാധിക്കും. അത് നല്ലൊരു ആരാധനാ രീതിയാണ്. അടുത്തത് വായിക്കാം. അടുത്തത് കരങ്ങൾ കൊണ്ടുള്ള കരങ്ങൾ ഉയർത്തുക, കരങ്ങൾ നീട്ടുക, കരങ്ങൾ അടിക്കുക, ഇങ്ങനെ കരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ചില വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. സങ്കീർത്തനം 63 സങ്കീർത്തനം 63:3 സങ്കീർത്തനം 63:3 വായിച്ച് 63:4 വായിച്ചേ. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ഒന്ന് നല്ല ഒരു ആരാധനാ രീതിയാണ് അത്. കൈ ഉയർത്തുന്നതിന് ദൈവജനം മടിക്കരുത്. കൈ ഉയർത്തുന്നത് എന്തോ കരിസ്മാറ്റിക്കാർ കണ്ടുപിടിച്ച ഒരു അപഭ്രംശമായിട്ട് കാണരുത്. മനസ്സിലായി? കൈ ഉയർത്തുന്നത് വേദപുസ്തക പ്രകാരം ഒരാരാധനയാണ്. അത് ചെയ്യാൻ ആരും നാണിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ശരീരത്തെ ഈ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ ഒരു ഉദാസീനതയും കാണിക്കരുത്. നന്നായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചേ. എന്നാൽ കൈമുട്ടുകളൊക്കെ നിവർത്തിക്കേ. ഈ തിരുമുകാരന് കൊടുക്കുന്ന പൈസ ലാഭിക്കാമെന്ന് നന്നായിട്ടൊന്ന് നോക്ക്. അപ്പോൾ ഒന്ന് കരം ഉയർത്തുമ്പോൾ ഇത് പല രീതിയിൽ കരം ഉയർത്താം. എന്നെ നോക്കിക്കോ. അതായത് പിടിക്കും, വേറെ വകുപ്പില്ലാത്തത്. അതായത് ഇങ്ങോട്ട് നോക്കിക്കോ. അത് പല രീതിയിൽ കൈ ഉയർത്താൻ പറ്റും. ഇപ്പോൾ ഒന്ന് ഇതാണ്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു കുഞ്ഞ് രക്ഷിക്കാൻ വേണ്ടി കൈ നീട്ടുന്ന പോലെ ഇങ്ങനെ കരം ഉയർത്താം. അങ്ങനെ കരം ഉയർത്താം. ഇങ്ങനെ കരം ഉയർത്താം. ഇങ്ങനെ കരം ഉയർത്താം, അല്ലേ? കരം ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത്. ഇനി വേറൊരു വചനം വായിച്ചേ. സങ്കീർത്തനം 141:2 സങ്കീർത്തനങ്ങൾ 141:2 സങ്കീർത്തനങ്ങൾ 141:2 എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കൈ ഉയർത്തുന്നത് പറയുകയാണ്, ദൈവമേ ഞാൻ കൈ ഉയർത്തുന്നത് വൈകുന്നേരം നിനക്കർപ്പിക്കുന്ന ബലിയായിട്ട് സ്വീകരിക്കണേ. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത്
ആരും അറിയണ്ട, ആരോടും പറയണ്ട. പ്രാർത്ഥിക്കുകയെന്ന് നാട്ടുകാരെ ഒന്നും കാണിക്കുകയൊന്നും വേണ്ടല്ലോ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഒന്ന് കരം ഉയർത്തി, മുഖം ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ ഓർത്താൽ അത് ശരീരം കൊണ്ടുള്ള ഒരാരാധനയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായ കാര്യങ്ങളാണിതെല്ലാം. അടുത്ത വചനം വായിക്കാം. സങ്കീർത്തനം 143 6 വാക്യം. ഞാൻ അങ്ങയുടെ നേർക്ക് മറ്റേത് കരങ്ങൾ ഉയർത്തുന്നു എന്നാണ്. ഇനി ഇതെന്താണ്? കരങ്ങൾ വിരിക്കുന്നത്. കരം ഒന്ന് വിരിച്ചേ. അതിങ്ങനെയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഭാവമാണ് ട്രസ്റ്റ്. അതായത് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുതന്ന് സമാധാനത്തിൽ ഒരാൾ ദൈവത്തെ ആരാധിക്കുകയും നോക്കുകയും ചെയ്യുന്ന ശരീരഭാഷയാണ്. അങ്ങനെ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. തിരുമുകാരന് കൊടുക്കുന്ന പൈസ ലാഭിക്കാൻ പറ്റി കൈ കാണിച്ചു. ഇങ്ങനെ കരങ്ങൾ വിരിച്ച് ഈശോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കരങ്ങൾ വിരിച്ച് ദൈവത്തെ ആരാധിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു? കരങ്ങൾ വിരിച്ച് ഞാൻ അങ്ങയുടെ നേർക്ക് എൻ്റെ കരങ്ങൾ വിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കണം. സങ്കീർത്തനം 28:2. സങ്കീർത്തനങ്ങൾ 28:2. അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദൈവം അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കരങ്ങൾ നീട്ടി ഞാൻ സഹായത്തിന്. ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലളിതമായ കാര്യങ്ങളാണ്. കോംപ്ലിക്കേറ്റഡായ ഒരു കാര്യമല്ല, സിമ്പിളായ കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നേ. നമ്മൾ പള്ളിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഇടവ പള്ളി ചെല്ലുമ്പോൾ എവിടാ അമ്മച്ചിയുടെ പള്ളി എവിടാ? പൂങ്കാവ് പള്ളി ചെല്ലുമ്പോഴേ അമ്മച്ചിക്ക് ആരും അമ്മച്ചി ഒന്നും പറയത്തില്ല. അവിടെ ഏറ്റവും പുറകിൽ അമ്മച്ചി ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ അൾത്താരയിലോട്ട് ഇങ്ങനെ കൈ നീട്ടി പ്രാർത്ഥിക്കാം. അത് ദൈവവേദപുസ്തകപ്രകാരം വാലിഡായ ഒരു ആരാധനയാണ്. ഇനി വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പള്ളിയിലോട്ട് പോകാൻ ഇപ്പോൾ പറ്റുന്നില്ല. അതിന് പകൽ എല്ലാ ദിവസവും കുർബാന ഇല്ലാത്തൊരു പള്ളിയാണെന്ന് വെച്ചോ, പള്ളി ഇന്ന് തുറന്നിട്ടില്ല, പള്ളിയിലോട്ട് പോകാൻ പറ്റുന്നില്ല. ബൈബിളിൽ ഒരു ആരാധന രീതി പറയുന്നുണ്ട്. പള്ളിയുടെ ഡയറക്ഷനിലേക്ക് കൈ നീട്ടി ദൈവത്തെ ആരാധിക്കാം. ദേവാലയം നിൽക്കുന്ന സ്ഥലത്തേക്ക് കൈ നീട്ടി, അത് സോളമനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കൈ നീട്ടി ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ അതാണ് ദൈവമേ അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം കേൾക്കണമേ. ഇനി സങ്കീർത്തനം 134:2. സങ്കീർത്തനങ്ങൾ 134:2 വായിച്ചേ. ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ. അടുത്ത് സങ്കീർത്തനം 46:1. സങ്കീർത്തനങ്ങൾ 46:1. ദൈവമാണ് ഓക്കെ, അതല്ല. അടുത്ത വാക്യം വായിച്ചു. നമുക്ക് സോളമൻ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്ന എടുക്കാം. 2 ദിനവൃത്താന്തം എടുത്തേ. 2 ദിനവൃത്താന്തം അതിൻ്റെ 6-ാമത്തെ അധ്യായം എടുക്കാമോ? 2 ദിനവൃത്താന്തം 6-ാമത്തെ അധ്യായം. 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം വായിക്കാമോ? 2 ദിനവൃത്താന്തം 6:12 വായിച്ചേ. സോളമൻ ഇസ്രായേൽ സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ച് പിടിച്ചു. ഇനി അത് കഴിഞ്ഞ് തൊട്ടടുത്ത വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഇസ്രായേൽ സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. അപ്പോൾ കൈകൾ നീട്ടി, കൈകൾ ഉയർത്തി. ഇനി ജോബ് പറയുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം. ജോബ് 11:13. ജോബ് 11:13 വായിക്കാമോ? ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. കണ്ടോ, ജോബ് പറയുകയാണ്. പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. 1 തിമോത്തി 2 എടുത്തേ. 1 തിമോത്തി 2-ാം അധ്യായത്തിൽ അപ്പസ്തോലൻ കൈ ഉയർത്തി ചേട്ടന്മാരോടാണ് പറയുന്നത്. 1 തിമോത്തി 2:8 വായിക്കാമോ? അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേട്ടോ, ചേട്ടന്മാർ ഇതെന്ത് ചേട്ടന്മാരെന്ന് പറഞ്ഞ് ചേച്ചിമാർ ചെയ്യണ്ടാഞ്ഞിട്ടാണോ? അല്ല, ചേട്ടന്മാരാണിത്
ചെയ്യാൻ മടിക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്. അവരിത് ചെയ്യാൻ അവർക്ക് മടിയായതുകൊണ്ടാണ് പറയുന്നത്, പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ. അപ്പോൾ ആദ്യത്തേത് ഏതായിരുന്നു? ഹലോ, തല കുനിച്ച് ദൈവത്തെ ആരാധിച്ചു. രണ്ടാമത്തേത് കൈകൾ ഉയർത്തി, കൈകൾ നീട്ടി, കൈകൾ വിരിച്ച്. മനസ്സിലായോ? ഇനി കൈകൊണ്ട് തന്നെ ചെയ്യാവുന്ന വളരെ സിമ്പിളായ വേറൊരു ആരാധനയാണ് സങ്കീർത്തനം 47:1. സങ്കീർത്തനം 47:1 എന്താണത്? ജനതകളെ, സങ്കീർത്തനം 47:1 വേഗം വായിക്കാം. കരഘോഷം മുഴക്കി. അപ്പം അതാണ്. ഒന്ന് കരഘോഷം മുഴക്കിക്കേ. ശരി, ഇങ്ങനെയാണോ കരഘോഷം? ദൈവത്തിന് വേണ്ടി കരങ്ങളടിക്കുമ്പോൾ ശക്തമായിട്ട് കരങ്ങളടിക്കുക. ശക്തമായിട്ട് കർത്താവിനെ മഹത്വം കൊടുക്കാൻ വേണ്ടി ശക്തമായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. ഇത് നമ്മൾ ഇതെന്നറിയാം, നമുക്ക് നമ്മുടെ കൾച്ചറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാത്തലിക് കൾച്ചറിൽ നമുക്ക് ശീലമില്ലാത്തൊരു പരിപാടിയാണ് ഈ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. മറ്റു ചില സമൂഹങ്ങൾ അത് നന്നായിട്ട് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കരമടിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് അത് നല്ല ഒരു ആരാധനാ രീതിയാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അന്നേരം മൗണ്ട് കാർമലിൽ ധ്യാനം തീരുന്നതിൻ്റെ തലേ രാത്രിയിൽ അഭിഷേക പ്രാർത്ഥനയുടെ ദിവസം ആരും പറയാതെ ആളുകൾ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു അഭിഷേകം ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ കരമടിച്ച് ദൈവത്തെ ഇങ്ങനെ ആരാധിക്കും. അത് നല്ല ശക്തമായ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ചില പാവപ്പെട്ട സഹോദരന്മാർ മണിക്കൂറുകൾ ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ സ്തുതിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഒരു വർഷിപ്പിൻ്റെ നല്ലൊരു പോസ്റ്ററാണ് ഈ ക്ലാപ്പിംഗ് ദ ഹാൻഡ്സ് ആൻഡ് വർഷിപ്പിംഗ്. കൈയടിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് കൈയടിച്ച് ആരാധിച്ച് നോക്കണം. ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ കൈയടിച്ചിരിക്കണം. നല്ല കൃപയിൽ വേഗം ശരീരത്തിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറാൻ പറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ അതാണ് അത്രയും കാര്യങ്ങൾ. ഒന്ന് തല കുനിച്ചു, കൈ ഉയർത്തി, കൈ വിരിച്ചു, കൈ നീട്ടി, പിന്നെ കൈ അടിച്ചു. മറക്കുമോ? ഇല്ല. അടുത്തത് മുട്ടുകുത്തി. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ആരാധനാ രീതിയാണ് മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്കെല്ലാം മുട്ടിന് വേദനയും മുട്ടിന് തേയ്മാനവും മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് പ്രശ്നവും പിന്നെ മുട്ടിൻ്റെ കണ്ണിയില്ലല്ലേ, അങ്ങനെ മുട്ടിൻ്റെ പല പ്രശ്നങ്ങൾ കാരണം മുട്ടുകുത്താൻ. പക്ഷെ പറ്റുന്നിടത്തോളം മുട്ടുകുത്തുന്നത് ഭയങ്കര ഒരു ആരാധനയാണ്. മുട്ടുമടക്കണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തമ്പുരാനെ ഓർത്ത് ഒന്ന് മുട്ടുകുത്തണം. ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് മുമ്പിൽ മുട്ടുമടക്കിയാൽ പിശാചിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. അത് ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവർക്ക് സാത്താൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. അത് എസ്തേർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ വായിക്കണ്ട. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു സൈന്യാധിപനുണ്ടായിരുന്നു. മൊർദെഖായി എന്നു പേരുള്ളൊരു ഭക്തനുണ്ടായിരുന്നു. എസ്തേറിൻ്റെ വളർത്തച്ഛനായിരുന്നു മൊർദെഖായി. അപ്പോൾ ഈ ഹാമാൻ മൊർദെഖായിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കൊല്ലാൻ ഒരു കഴുമരം തയ്യാറാക്കിയിരിക്കുകയാണ്. മൊർദെഖായിയെ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം ഹാമാനെ കണ്ടാൽ മൊർദെഖായി എഴുന്നേക്കത്തില്ല. മൊർദെഖായി എഴുന്നേക്കാത്തതിൻ്റെ കാരണം ഹാമാൻ സാത്താൻ്റെ സന്തതിയാണ്. മൊർദെഖായി എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ മൊർദെഖായി ചിന്തിച്ചു, ഈ പിശാചിൻ്റെ സന്തതിയുടെ മുമ്പ് ഞാൻ മുട്ടുകുത്തേണ്ട കാര്യമില്ല. അവനെ കൊല്ലാൻ വേണ്ടി ഹാമാൻ തീർത്ത കഴുമരത്തിൽ, എസ്തേറിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ കാണുന്നത് മൊർദെഖായിയെ തൂക്കിയിടാൻ വേണ്ടി ഹാമാൻ തീർത്ത കഴുമരത്തിൽ ഹാമാൻ തൂങ്ങിയാടുന്നതാണ് നാം കാണുന്നത്. അതായത് നിങ്ങളെ മുട്ടുകുത്തിക്കാൻ സാത്താന് പറ്റില്ല. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തണം. അതുകൊണ്ട് പറ്റുന്നിടത്തോളം എല്ലാ ആളുകളും മുട്ട് കുത്താൻ പറ്റാത്തവരൊന്ന് പ്രാർത്ഥിച്ച് മുട്ടുവേദന മാറ്റിയിട്ടാണെങ്കിലും മുട്ടുകുത്തുന്നത് ഒരു നല്ല ദൈവകൃപയുടെ നിമിത്തമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പന്നലൂർ ഉള്ള ഒരു മദർ തെരേസ കോൺവെൻറ്റിലെ സിസ്റ്റർ മൗണ്ട് കാർമലിൽ ധ്യാനിക്കാൻ വന്നു. ധ്യാനിക്കാനല്ല, കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് നിൽക്കാൻ വേണ്ടി വന്നു. കുറച്ച് നാളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ആ സിസ്റ്റർ വന്ന ഉടനെ പറഞ്ഞ്, ഇതാണ് എൻ്റെ അച്ഛാ, എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ വലിയ ആഗ്രഹമാണ്, പക്ഷെ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് മുട്ടുകുത്തി നോക്ക്, പറ്റുമോയെന്നറിയാമല്ലോ, നോക്ക്. ഞാൻ പിന്നെ ഉള്ള ദിവസങ്ങളിൽ ഒരു കാഴ്ച കണ്ടു.
മണിക്കൂറുകൾ ഈ സിസ്റ്റർ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പോകാൻ ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ ഇതാണ്, എന്നെ ഈശോ മൗൺകാർമേൽ വെച്ച് ആദ്യം സുഖപ്പെടുത്തിയത് എൻ്റെ മുട്ടിൻ്റെ പ്രശ്നം മാറ്റി മണിക്കൂറുകൾ മുട്ട നിൽക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ പറയാം, പ്രാർത്ഥിച്ചത് മാറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല, മുട്ടുകുത്തണം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ വായിക്കാം, നമുക്ക് ചില വചനങ്ങൾ വായിക്കാം പെട്ടെന്ന്. സങ്കീർത്തനം 95, 6, 7. സങ്കീർത്തനം മടുത്തോ? മടുക്കല്ലേ? സങ്കീർത്തനങ്ങൾ 95, 6. ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. വായിച്ചോ. വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ. സ്രഷ്ടാവിന് സൃഷ്ടി എന്ന നിലയിൽ നമ്മൾ സമർപ്പിക്കാവുന്ന നല്ലൊരു ആരാധനാ രീതിയാണ് മുട്ടുമേൽ നിന്ന് സ്രഷ്ടാവായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അടുത്ത വചനം വായിക്കാം. റോമാലേഖനം 14-ാം അധ്യായം. റോമർ 14 എന്നെടുത്തേ. റോമർ 14-ാം അധ്യായത്തിൽ റോമർ 14:11 വായിച്ചേ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവം അരുളി ചെയ്യുന്നു. എല്ലാ മുട്ടുകളും ദൈവത്തിൻ്റെ മുമ്പിൽ മടങ്ങും. ലൂക്ക 5:8. മനുഷ്യർ വന്ന് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച ഒരു രീതിയാണ്. ലൂക്ക 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. പത്രോസ്, ലൂക്ക 5:8. ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ, നെൽറ്റ് ഡൗൺ എന്നാണ് ഇംഗ്ലീഷിൽ, മുട്ടുമേൽ നിന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് അപേക്ഷിച്ചു. എഫേസോസ് 3:14. കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അപ്പോൾ അടുത്ത ആരാധനാ രീതിയാണ് മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുക. ഇനി അടുത്ത ഒരു ആരാധനാ രീതിയാണ് സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കണം. ഇത് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ സാധാരണ ഇല്ലാത്ത ഒരു ആരാധന. ഇത് ബൈബിളിലുണ്ട്. സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുക. ഇത് നല്ല ഒരു ആരാധനാ രീതിയാണ്. അത് ശരിക്കും നമ്മുടെ ഇല്ലായ്മയും നിസ്സഹായതയെല്ലാം. നിങ്ങളുടെ കാര്യം മനസ്സിലായിക്കോ? നമ്മളെ ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഇവിടെ ഒരു 2 കസേര ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണെങ്കിൽ എന്നെ തള്ളിയിടാൻ വളരെ എളുപ്പമാണ്, അല്ലേ? തള്ളിയിടാൻ വളരെ എളുപ്പമാണ്. മേളിൽ നിൽക്കുന്തോറും തള്ളിയിടാൻ എളുപ്പമാണ്. എന്നാൽ നിലത്ത് കിടക്കുന്നവനെ നിങ്ങൾക്ക് ഉരുട്ടിയിടാൻ പറ്റുമോ? നിലത്ത് കിടക്കുന്നവനെ എങ്ങനെ തള്ളിയിടുന്നേ? നമ്മൾ നമ്മുടെ ഇല്ലായ്മയെ സമ്പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു ശരീരഭാഷയാണ് നമ്മൾ ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തെ ആരാധിക്കണം. ഞാനീ പറയുന്നതിനെല്ലാം $1 മില്യൺ വിലയുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള ആരാധനാ രീതികൾ പരിശീലിച്ച ഭക്തർക്കറിയാം അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ദൈവകൃപയുടെ ആധിക്യം എന്താണ്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ബൈബിളും കൊണ്ടുവരാതിരുന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരുന്ന് കേട്ടോണ്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇത് അത്രയും ഗൗരവമുള്ള കാര്യമാണ് ഈ ശരീരം കൊണ്ടുള്ള ആരാധന. അപ്പോൾ അതുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് ചില വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. നിയമാവർത്തനം 9-ാം അധ്യായം. നിയമാവർത്തനം 9-ാം അധ്യായം 18-ാമത്തെ വാക്യം. നിയമാവർത്തനം 9-ാം അധ്യായം. അനന്തരം മുൻപിലത്തേതുപോലെ 40 രാവും 40 പകലും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു. ഇത് മോശ പറയുകയാണ്. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ 40 രാവും 40 പകലും പ്രണമിച്ച്, ഫെൽ പ്രോസ്ട്രേറ്റ് ഓൺ മൈ ഫേസ്, ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ നിലത്ത് മുട്ടിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നു. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു. വായിക്കാം. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വാക്യം. എസ്രായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം വായിച്ചോ. ഒരു കാര്യം ചെയ്തോ, അതായത് ഇത് വായിച്ചേ. 5 മുതൽ വായിച്ചേ. സായാഹ്ന ബലിയുടെ സമയത്ത് ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കരങ്ങൾ ഉയർത്തി. അതായത് ഈ എസ്ര
കർത്താവിൻ്റെ മുമ്പിൽ സ്തബ്ധനായി കിടന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്തെന്നറിയാമോ? എസ്ര ജനം തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ, ജനത്തിന് അപരാധം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ എസ്ര ചെയ്യുന്നത് കർത്താവിൻ്റെ മുമ്പിൽ നീണ്ടു നിവർന്ന് സായാഹ്ന ബലിയുടെ സമയം വരെ സ്തബ്ധനായി അവനിങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നു. മുട്ടിന്മേൽ വീണ് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കിടന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴാണ് ദൈവം പിന്നെ ആ സായാഹ്ന ബലിയുടെ സമയത്താണ് കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ദൈവസന്നിധിയിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായ ഒരു ശരീരഭാഷയാണ്. ഉൽപ്പത്തി പുസ്തകം 24:52. ഉൽപ്പത്തി 24:52 നേരത്തെ വായിച്ച വചനത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ ഏലിയാസർ വായിച്ചോ. ഉൽപ്പത്തി 24:52 വായിക്കാമോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു. അപ്പോൾ അതെങ്ങനെയാണ്? അതിങ്ങനെ നിലത്ത് മുഖം അമർത്തി കിടന്ന് അവൻ ദൈവത്തെ ആരാധിച്ചു. അതൊരു ആരാധനാ രീതിയാണ്. ഇപ്പോൾ എത്രയായി? ഒന്നാമത്തെ ഏതായിരുന്നു? എനിക്ക് അമ്നേഷ്യയുണ്ട്, നിങ്ങൾ പറഞ്ഞു തരണം, മറന്നുപോയി ഞാൻ പെട്ടെന്ന്. പറ, ഒന്നാമത്തെ ഏതായിരുന്നു? തലകുനിച്ച് ആരാധിച്ചു. രണ്ടാമത്തേത് കൈകൾ ഉയർത്തി, കൈകൾ നീട്ടി, കൈകൾ വിരിച്ച്, കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിക്കും. അടുത്ത ഏതായിരുന്നു? മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു. അടുത്ത ഏതായിരുന്നു? സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തെ. ഇനി പെട്ടെന്ന് വായിച്ചു. ജെറമിയ പ്രവചനം 31:4. ജെറമിയ 31:4. ജെറമിയ 31:4 വായിച്ചോ. കിട്ടിയവരങ്ങ് പെട്ടെന്ന് വായിച്ചോ. കന്യക ഇസ്രായേലേ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിലയിലേക്ക് നീങ്ങും. നീ തപ്പെടുത്ത് നർത്തകരുടെ നിലയിലേക്ക് നീങ്ങും. സങ്കീർത്തനം 150:4 എന്താന്ന് ഞാൻ പറയാം. സങ്കീർത്തനം 150:4 വായിച്ചോ. തപ്പുകൊട്ടിയും നൃത്തമാടിയും. അപ്പോൾ ഏതാ അത്? ഡാൻസ് ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. അതും ബൈബിൾ പ്രകാരം വളരെ വാലിഡായ ഒരു ആരാധന. നൃത്തമാടി ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് നല്ല വലിയ കൃപാവരത്തിലേക്ക് കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു സ്ഥലത്ത്, നിങ്ങൾ ആര് കാണുന്നത് നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ നിങ്ങൾ മുറി അടച്ചിട്ട് പ്രാർത്ഥിച്ച് ഡാൻസ് ചെയ്ത് ദൈവത്തെ ആരാധിച്ചാൽ വേഗം ഒരു അഭിഷേകത്തിലേക്ക് കയറും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതങ്ങനെയാണ്. ശരീരത്തെ അങ്ങ് മറക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആത്മാവ് നല്ലതായിട്ട് ഉണരും. അപ്പോൾ അതാണ് ഇപ്പം ജെറമിയ പറയുകയാണ്, നിന്നെ ഞാൻ നർത്തകരുടെ നിരയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ പറയുകയാണ്, സങ്കീർത്തനം 150 പറയുകയാണ്, നൃത്തമാടി തപ്പുകൊട്ടി ദൈവത്തെ ആരാധിക്കണം. ഇനി പുറപ്പാട് 15:20-21 മിറിയാം. പുറപ്പാട് 15:20-21. പുറപ്പാട് 15:20-21 വായിച്ചേ. മിറിയാം അപ്പോൾ പ്രവാചകയും അഹറോൻ്റെ സഹോദരിയുമായ മിറിയാം തപ്പ് കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകൾ എടുത്തു. നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിറിയാം തപ്പുകൊട്ടി നൃത്തമാടി ദൈവത്തെ ആരാധിക്കുകയാണ്. 2 സാമുവേൽ 6-5 വാക്യം. 2 സാമുവേൽ 6-5 വാക്യം. പെട്ടെന്ന് ഇത് ഞാൻ തീർത്തിട്ട് നിർത്താം, അല്ലെങ്കിൽ പിന്നെ അത് പൂർത്തിയാവില്ല. 2 സാമുവേൽ 6:1 പറഞ്ഞേ, വായിക്കാം. ദാവീദ് വായിക്കുന്നുണ്ടോ? 6:5 ഏതായിരുന്നു? ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോട് സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്ന് ഉപയോഗിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ദിവസം തന്നെ ഏതാണ്ട് 4 കൽപ്പനകൾ ഒരു ഉച്ച കഴിഞ്ഞ് ഒരുമിച്ച് തെറ്റിച്ച ആളാണ് ദാവീദ്. മനസ്സിലായോ? ഒത്തിരി തെറ്റ് വന്നിട്ടുള്ള ഒരാളാണ്. എന്നാൽ ആ മനുഷ്യനെക്കുറിച്ച് പിന്നീട് പുതിയ നിയമത്തിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനെന്നാണ് പുതിയ നിയമത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ. ഞാൻ ബൈബിളിൽ ദാവീദിൻ്റെ ജീവിതം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്തായിരിക്കും ഇത്രയും തെറ്റ് സംഭവിച്ച ഈ മനുഷ്യനെ ദൈവം പ്രിയപ്പെട്ടവനായിട്ട് കണ്ടത്? അതിന് പല കാരണങ്ങളുണ്ട്.
അതിലെ 2 കാരണം പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം തൻ്റെ ഒരു തെറ്റിനെക്കുറിച്ച് പോലും ന്യായീകരിച്ചിട്ടില്ല. അതാണ് ദാവീദിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ ദൈവമേ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് ദൈവസന്നിധി ചെല്ലും. ഒരു തെറ്റിനെയും ആ മനുഷ്യൻ ന്യായീകരിച്ചിട്ടില്ല. 2ാമത്തെ കാരണം, അദ്ദേഹം ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരാളുടെയും സർട്ടിഫിക്കറ്റ് നോക്കിയ ആളല്ല. ദൈവത്തെ ആരാധിക്കുന്നതിന് അദ്ദേഹം ആരുടെയും റെക്കമെൻഡേഷനോ അഭിനന്ദനങ്ങളോ അപ്രീസിയേഷനോ ഒന്നും നോക്കിയില്ല. ആര് കുറ്റപ്പെടുത്തിയാലും അയാൾ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. പാട്ട് പാടി നൃത്തമാടി ഒരു കോമാളിയെ പോലെ അയാൾ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ദൈവം വിലയുള്ളതായിട്ട് കണ്ട സ്വഭാവമാണത്. തൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെന്ന് ഒടുവിൽ അയാളെ വിളിക്കുകയും ചെയ്തു. പക്ഷെ മരിക്കുമ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്, മരിക്കുന്ന സമയത്ത് പോലും ഒരു പാപം ചെയ്തിട്ടാണ് ഇയാൾ മരിക്കുന്നത്. അനുദവിച്ച് കാണും, അല്ലെ പിന്നെ ദൈവം അങ്ങനെ പറയില്ലല്ലോ. അനുദവിച്ച് കാണും. അതായത് മകനോട് പറയുകയാണ് എന്നെ ദ്രോഹിച്ചവരൊന്നും വെറുതെ വിടല്ലെന്ന്. എന്നിട്ടാണ് മരിക്കുന്നത്. മര്യാദയ്ക്ക് പോലും അല്ല മരിച്ചത്. നീ ആ ക്ഷമയെ എന്നെ ചീത്ത വിളിച്ചാണ്, നീ അവനെ നോക്കിക്കണം എന്നൊക്കെ പറഞ്ഞ് മകനെ, സത്യം പറഞ്ഞാൽ അവരോട് ഒന്നും ചെയ്യേണ്ട മോനെ, അവരോട് ക്ഷമിച്ചേരും എന്നൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ മരിക്കേണ്ടതിന് പകരം പഴയ നിയമത്തിലെ ദാവീദ് മരിക്കുന്ന സമയത്ത് പോലും വളരെതായ്മ പറഞ്ഞിട്ടാണ് മരിച്ചത്. പക്ഷേ ദൈവം തമ്പുരാൻ അനുദവിച്ച് കാണും, എനിക്ക് അറിഞ്ഞൂടാ, അനുദവിച്ച് കാണും. ദൈവം തമ്പുരാൻ ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ. പല കാര്യങ്ങളുണ്ട് ദൈവം വിലയുള്ളതായിട്ട് കണ്ടതിൽ. ഒരു കാര്യം ഇതാണ്, തെറ്റിനെക്കുറിച്ച് ന്യായീകരിച്ചിട്ടില്ല. 2ാമത്തെ കാര്യം ഇതാണ്, ആ മനുഷ്യൻ നൃത്തമാടിയത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യില്ല, പാട്ട് രാജാവാ, മനസ്സിലായോ? ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ കൈയടിക്കത്തുള്ളൂ എന്നൊന്നും പറയുന്ന ആളല്ലായിരുന്നു. നിങ്ങളിങ്ങനെ ഈ നാട്ടിൽ ലെവലില്ലാത്ത ലോക്കൽസൊക്കെ ഭയങ്കരമായിട്ട് കൈയടിച്ച് ഡാൻസ് ചെയ്തൊക്കെ, ഞാൻ ഇപ്പം ഡെറാഡൂണിൽ നിന്ന് ഇപ്പോൾ കാല് കുത്തിയതേ ഉള്ളൂ, ഞാൻ എൻ്റെ ബെൻസയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് നോ ഞാൻ അങ്ങനെ രാജാവാണ്. നിങ്ങൾ രാജാവാണ്. ആ രാജാവ് ഒരു കോമാളിയെ പോലെ ദൈവസന്നിധിയിൽ നൃത്തം ചെയ്തു. അപ്പോൾ ആ സമയത്ത് ദാവീദിൻ്റെ ഭാര്യ അയാളെ കുറ്റപ്പെടുത്തുന്നൊരു സംഭവമുണ്ട് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ദാവീദ് ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നഗ്നനായി, പകുതി കുറച്ചെങ്ങാണ്ടൊക്കെ നഗ്നനായി, അങ്ങനെയാണ്. അപ്പോൾ വായിച്ചേ, 2 സാമുവേൽ 6:14. ദാവീദ് കർത്താവിൻ്റെ മുമ്പാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ചണനൂല് കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. ഞാൻ പലവട്ടം ആലോചിച്ചിട്ട് എനിക്കത് പിടികിട്ടിയില്ല, ഇതെങ്ങനെയാണ് അത് അങ്ങനെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതായത് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാവുന്നവരുണ്ടെ പറഞ്ഞു തരണം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അണ്ടർ ഗാർമെൻറ്റ് മാത്രമേ ദാവീദ് ധരിച്ചിരുന്നുള്ളൂ. ഇത്രയും നേരം ഇത്രയും വചനം പറഞ്ഞ് സന്തോഷമാവാ തമ്മച്ചിക്ക് ഇത് പറഞ്ഞപ്പോൾ സന്തോഷമായി. ഓരോരുത്തർക്കും സന്തോഷിക്കാൻ ഓരോ കാരണങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതായാലും ഈ പിന്നെ കുറച്ച് വസ്ത്രം മാത്രമേ ദാവീദ് ധരിച്ചിരുന്നു. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ദാവീദ് അങ്ങനെ വരേണ്ടതല്ലല്ലോ. എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിതൊന്നും ആലോചിക്കരുത്, നിങ്ങൾക്ക് ആലോചിക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എന്തായിരിക്കും? എൻ്റെ ഒരു ധാരണ ഇങ്ങനെയാണ്, അതായത് വാഗ്ദാന പേടകം വരുന്നു എന്ന് കേട്ടപ്പോഴാണ് ദാവീദ് ഓടിച്ചെല്ലുന്നത്. എൻ്റെ ചിന്തയാണിത്. ഇപ്പം ഈ ഇതുപോലെ ചൂടുള്ളൊരു സമയമാണെങ്കിൽ AC ഒന്നും ഇല്ലല്ലോ കൊട്ടാരത്തിൽ. ഹലോ, കൊട്ടാരത്തിൽ AC ഒന്നും ഇല്ലല്ലോ. ഭയങ്കര ചൂടാണെങ്കിൽ നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ മിനിമം ഡ്രസ്സ് ഇട്ടല്ലേ കിടന്നുറങ്ങുന്നേ, അല്ലേ? ഇവിടെ അങ്ങനല്ലേ? വീട്ടിൽ വന്ന് നോക്കിയാലറിയാം. അപ്പോൾ അങ്ങനെ അപ്പോൾ മിനിമം ഡ്രസ്സ് ഇട്ടിട്ടാണ് അപ്പോൾ ദാവീദ്, എൻ്റെ ഒരു ധാരണ ഇങ്ങനെയാണ്, ദാവീദ് ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങുന്ന ആളായിരുന്നു. അപ്പോൾ ദാവീദ് ഇങ്ങനെ ഉച്ചയ്ക്ക് മിനിമം ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് വിളിച്ച് പറയുന്നത്, ഇതാ വാഗ്ദാന പേടകം വന്നിരിക്കുന്നു. അപ്പോൾ ദാവീദ് എന്ത് ചെയ്യുന്നറിയാം, മറ്റേ കോട്ടും സൂട്ടും ഇടാൻ നിന്നില്ല. ആ കേട്ട പാതി കേൾക്കാത്ത പാതി ഡ്രസ്സ് ഇട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട്, സത്യം പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നറിയാം, ഞാൻ എല്ലാം പറഞ്ഞ് ഡ്രസ്സൊക്കെ എല്ലാം ചെയ്തിട്ട് ലോക ഇടാതെ ഇറങ്ങി വണ്ടിയെ കയറിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ വെപ്രാളത്തിലുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ. എന്നോട് 2-3 ദിവസം മുമ്പ് എന്നൊരാളോട് ചോദിച്ചു, ഇതന്നെ ലോക ഇടാതെ പോകാം. അപ്പോഴേ ഞാൻ ഓർക്കുന്നത്, അയ്യോ ലോക ഇട്ടില്ലല്ലോ എന്ന്. നമുക്ക് ഈ വെപ്രാളത്തിൽ അങ്ങോട്ട് സമയവും പോയി ചെല്ലണമെന്ന് ഓർത്ത് അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ ദാവീദ്, എൻ്റെ വിചാരമാണ്, ദാവീദ് എന്ത് ചെയ്യുന്നത്, ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് വാഗ്ദാന പേടകം വന്നേന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന സമയത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇട്ടുകൊണ്ട് അങ്ങ് ഓടിച്ചെന്നു. പകുതി വഴി എത്തിയപ്പോഴാണ് ഓർത്തത്, അയ്യോ സൂട്ടിട്ടില്ലല്ലോ എന്ന്.
അപ്പോൾ പിന്നെ അയാൾ വിചാരിച്ചത് ഊട്ടില്ല ഇപ്പോൾ എന്തോ വാഗ്ദാന പേടകം വന്നിരിക്കുക എന്ന് പറഞ്ഞ് സർവ്വശക്തിയോടും കൂടി. ഇവന് ഈ ചാടുമ്പോഴുള്ള ഏറ്റവും വലിയ തടസ്സം എന്താ? ഒരുമാതിരി നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ മനുഷ്യന് ചാടാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ മിനിമം ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾ ചാടത്തില്ല ശരിക്കും, അല്ലേ? ശരിയല്ലേ പറയുന്നത്? ചാടത്തില്ല, മനുഷ്യൻ ചാടാൻ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സർവ്വശക്തിയോടും കൂടി ചാടിയത് എന്ന് പറഞ്ഞാൽ അയാൾ ഡ്രസ്സിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചേയില്ല. ഇനിയിപ്പോൾ കാണുന്നവൻ കാണട്ടെ, കേൾക്കുന്നവൻ കേൾക്കട്ടെ, ഇനി കുറ്റം പറയുന്നവൻ പറയട്ടെ എന്നൊക്കെ ഓർത്തിട്ട് ഇതാണ് ദാവീദ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നമ്മുടെ കൂട്ടം അയാൾ ഈ സമൂഹത്തെ പേടിച്ച് ദൈവത്തെ ആരാധിക്കാതിരിക്കുന്ന ആളല്ല. സർവ്വശക്തിയോടും കൂടെ കുത്തിച്ചാടി ഡാൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ കിളിവാതിലിലൂടെ ഒരു ചേച്ചി ഇങ്ങനെ നാണം കെട്ടവൻ, വൃത്തികെട്ടവൻ, അതാ കാണുന്നില്ല, നോക്കടി, ഇതാ നോക്ക് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തോഴിമാരെ എല്ലാം വിളിച്ച് ചേച്ചി കാണിച്ചു, എല്ലാവരെയും കാണിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണേ. നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദാവീദ് എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഭയങ്കര ആവേശത്തിൽ ഇരിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി വീട്ടിലോട്ട് കയറി വന്നു. മുണ്ടൊന്നുമില്ല, കയറി വന്നു. കയറി വന്നപ്പോൾ മീക്കാൾ പറഞ്ഞു, നാണം കെട്ടവനെ, പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് തുണിയില്ലാതെ കിടന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞല്ലത്. ഇതുണ്ടോ, തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെ പോലെ നിർലജ്ജം നഗ്നത കാണിച്ചില്ലേ? ഭാര്യ ചോദിക്കുകയാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുമ്പിലാടി ഞാൻ ഡാൻസ് ചെയ്തത്. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതേ കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദിനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിൻ്റെ പുത്രി മീഖാൽ മരണം വരെയും. ശ്രദ്ധിച്ച, രണ്ട് കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞാൽ നിർത്താം. രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, സാവൂളിൻ്റെ പുത്രി മീഖാൽ മരണം വരെയും സന്താനരേഖ എന്ന് പറഞ്ഞാൽ ഈ ആരാധിക്കുന്നവനെ കളിയാക്കരുത്. ദൈവത്തെ നീ ആരാധിക്കുന്ന രീതി അല്ലായിരിക്കും, പക്ഷേ ആരാധിക്കുന്നവനെ കളിയാക്കാൻ പോകരുത്. പോയ വഴിക്ക് പണി വാങ്ങിച്ചുകൊണ്ട് വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ വചനം ശ്രദ്ധിച്ചോ, സാവൂളിൻ്റെ പുത്രി മീഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മരിച്ചു കഴിഞ്ഞ് സന്താനം ഉണ്ടായെന്നാണോ? അങ്ങനെയല്ലേ അമ്മച്ചി അതിൻ്റെ അർത്ഥം? മരിക്കുന്നവരെ പിള്ളേരില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞ് 2 പിള്ളേരുണ്ടായി ആണോ? അങ്ങനെയാണോ? പറ, എങ്ങനെ ശരിയാവുന്നേ? പറഞ്ഞിരിക്കുന്നത് എന്താ? സാവൂളിൻ്റെ പുത്രി മീഖാൽ മരണം വരെ മക്കളില്ലാത്തവളായിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ വേറൊരു വചനം പറയട്ടെ. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അറിഞ്ഞെന്ന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അതും പിടിച്ചോണ്ട് വരുന്നത് എന്തിനാ? മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നെന്ന് പറയാൻ. പിടികിട്ടിയോ? പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അറിഞ്ഞെന്ന് അർത്ഥമുണ്ടോ? ഉണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞ് മീഖാളിന് മക്കളുണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞെന്ത് സംഭവിച്ചു എന്ന് സൂചനയില്ല. പിടിയിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായി എന്താന്ന്? അപ്പോൾ അതാണ്, അത് സന്ദർഭവശാൽ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ദൈവത്തെ എന്ത് ചെയ്തു? ഡാൻസ് ചെയ്ത് ആരാധിച്ചു. ഇനി 2 ആരാധനാ രീതിയോടുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് ഷൗട്ട് ചെയ്ത് അട്ടഹസിച്ച് ആർപ്പ് വിളിച്ച് ദൈവത്തെ ആരാധിക്കുക. 47 സങ്കീർത്തനത്തിൽ തന്നെ കിടപ്പുണ്ട്. കരഘോഷത്തോടെയും നമ്മുടെ കർത്താവായ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഉറക്കെ. എനിക്ക് തൊണ്ട അടച്ചിരിക്കാനായിട്ട് ഞാൻ ആർപ്പ് വിളിക്കാൻ മുതിരുന്നില്ല, ഉള്ള ശബ്ദം കൂടെ കളയുന്നില്ല. ആർപ്പ് വിളിച്ച് ആരാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ ഒക്കെ പറയുമ്പോൾ ഹൃദയം പൊട്ടി സ്വരം ഉയർത്തി നന്നായിട്ട് ഉറക്കെ പറയണം, ഉറക്കെ പാടണം, പ്രാർത്ഥിക്കണം, ഷൗട്ട് ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. അടുത്തത് ജെറീക്കോ കോട്ടയൊക്കെ തകർന്ന് വീഴുന്നത് അങ്ങനെ അട്ടഹസിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ജെറീക്കോ കോട്ട ഇടിഞ്ഞു വീഴുന്നത്. അടുത്തത് ഭാഷാവരമാണ്. ശരീരത്തിൻ്റെ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് പറയുന്ന ഒരു ആരാധന രീതിയാണ് ഗിഫ്റ്റ് ഓഫ് ടങ്, ഭാഷാവരം. ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യണം. നേരമില്ലാത്തതുകൊണ്ട് പിന്നീട് അത് വിശദീകരിക്കാം. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം.